ഗുഡ് മോർണിംഗ് ഓൾ. 2 മിനിറ്റ് പ്രാർത്ഥിച്ചോട്ടോ. അൽസാബിത്ത, എന്താ അൽസാബിത്ത് മിറർ ഫോർമുല? കണ്ണടച്ച് പറഞ്ഞു. കണ്ണടച്ച് ആദ്യം. എന്നിട്ട് പറഞ്ഞേ. പോസിറ്റീവ് മിറർ ഫോർമുല. അഫ്രാലി, Yes, sir. എന്താ അഫ്ര മിറർ ഫോർമുല? 1 by f is equal to 1 by u plus 1 by v. യു എന്താ, വി എന്താ? എലിസബത്ത് ബോസ്, യു എന്താ, വി എന്താ? എലിസബത്ത്. U object distance. വിയോ? Image ഡിസ്റ്റൻസ്. നിഷാന, നമ്മള് സൈൻ കൺവെൻഷൻ ഇട്ട് കൊടുക്കാറുണ്ടല്ലേ? അപ്പൊ ഈ സൈൻ കൺവെൻഷൻ ഇട്ട് കൊടുക്കുമ്പോൾ ഈ യുക്ക് നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് കൊടുക്കുക, നെഗറ്റീവ് ആയിട്ടാണ് കൊടുക്കുക? പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആണോ? നെഗറ്റീവ് ആണോ? എപ്പോഴും നെഗറ്റീവ് ആണോ? ഓൾവേസ് നെഗറ്റീവ് ആണോ? ഓക്കെ. ഹന ഫാത്തിമ, വിയുടെ അവസ്ഥ എന്താ? വി ഇമേജ് ഡിസ്റ്റൻസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്? രണ്ടും വരുമോ? പോസിറ്റീവ് നെഗറ്റീവ്. എന്താ പോസിറ്റീവ് നെഗറ്റീവ് വരുന്നത്? ഏത് ഇമേജിലാ അത് പോസിറ്റീവ് നെഗറ്റീവ്? പോസിറ്റീവ് നെഗറ്റീവും കോൺവെക്സിലും വരും, കോൺകേവിലും വരും. കോൺവെക്സിലും വരുമോ പോസിറ്റീവ് നെഗറ്റീവ്? ലാസ്റ്റ് ബിഹൈൻഡ് ദ മിറർ. കോൺവെക്സോ? കോൺവെക്സ്. കോൺവെക്സിലോ? ബിറ്റ്വീൻ എഫ് ആൻഡ് പി ഒബ്ജക്റ്റ് വെച്ചാ കിട്ടുമോ ഇമേജ്? മേതിരി കാനലിന്റെ മിററിന്റെ പുറകെ കൊണ്ട് വെച്ചോ? കോൺവെക്സില് ഇൻ ഫ്രണ്ട് ഓഫ് മിറർ. അപ്പൊ അതിനകത്ത് നെഗറ്റീവ് വരുമോ? ഇല്ല, നെഗറ്റീവ് ഇല്ല. പോസിറ്റീവ് കോൺകേവിന് മാത്രമേ ഉള്ളൂ. ഫാത്തിമ പി എ. ഈ നെഗറ്റീവ് വരുന്ന ഏത് ഇമേജിലാ ഫാത്തിമ? റിയൽ ആണോ വിർച്വൽ ആണോ? റിയല്. യഹിയ, കോൺകേവിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ്. അൽഷിഫ, കോൺവെക്സിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ്. കോൺകേവിന്റെയോ? നെഗറ്റീവ്. പിന്നെ യഹി എന്താ പറയണേ? ബോബി, സാർ കേൾക്കാമോ സാർ? സാർ
സാർ കേൾക്കാമോ? ആ കേൾക്കാം കുഴപ്പമില്ല. നെറ്റിന് ചെറിയ ആ സാർ പ്രശ്നം. കേട്ടില്ല. കേൾക്കുന്നില്ല? എപ്പോഴാ കേട്ടെ? ഇത്ര നേരം കേട്ടില്ല. ആ ഓക്കെ, നെറ്റ് ഇഷ്യൂ ആയിരുന്നു, കുഴപ്പമില്ല. ഫാത്തിമ TN. ഫാത്തിമ കോൺവെക്സ് ഫോക്കൽ ലെങ്ത് പറഞ്ഞു, കോൺകേവ്. ഇനി ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും? പോസിറ്റീവ്. അച്ചു മാറ്റിക്കോ, കുഴപ്പമില്ല. ഇപ്പൊ മാറ്റാ ഓഫർ. അച്ചു ഫാത്തിമ TN മാറ്റണോ? നെഗറ്റീവ് പറയണമെന്നുണ്ടോ? ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസാ? അല്ലല്ല, പോസിറ്റീവ്. ഓ ആ ഓക്കെ. അച്ചു ഇമേജിന്റെ ഡിസ്റ്റൻസ് പോസിറ്റീവ് ഓർ ഇമേജ് നെഗറ്റീവ്? ഹൈറ്റ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്? പോസിറ്റീവ് നെഗറ്റീവ് വരുമോ? നേരെ തല തിരിഞ്ഞും വരുമോ? വരും, ഉറപ്പാ? ആ അങ്ങനെ ആയിരിക്കണം. മുഹമ്മദ് അമീൻ. എന്താ അമീൻ ഈ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് കോൾഡ് മാഗ്നിഫിക്കേഷൻ? നോക്കില്ല, ബുക്ക് അടച്ചു വെച്ചേ. ബുക്കിൽ നോക്കരുത്, ചോദിക്കുന്ന സമയത്ത് ബുക്ക് നിങ്ങൾ അടച്ചിട്ട് വേണം ആൻസർ പറയാൻ. കണ്ണും അടച്ചു വെച്ചോളണം. പറഞ്ഞോ, ഇനി കണ്ണടച്ച് പറഞ്ഞ എന്താ മാഗ്നിഫിക്കേഷൻ? It is the ratio between image formed image and distance between object and image. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്ട് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇമേജ് തമ്മിലുള്ള റേഷ്യോ ആണ് മാഗ്നിഫിക്കേഷൻ. ഹൈറ്റ് വെച്ച് പറയാൻ പറ്റുമോ? ഹൈറ്റ് വെച്ച് Height of the object image. ഹൈറ്റ് ഓഫ് ദി ratio. അതിന്റെ റേഷ്യോ അല്ലെ? ഓക്കെ, എന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞേ. M is equal to HI by HO. മിടുക്കൻ. M equal to HI by HO. ഹാരിസ് സാർ, ഈ HI by HO അല്ലാണ്ട് വേറൊരു ഇക്വേഷൻ കൂടെ ഉണ്ടല്ലോ മാഗ്നിഫിക്കേഷന്. -V/U. എന്താ മൈനസ് ഇട്ട് കൊടുത്തേക്കുന്നത്? അത് സാർ ഇന്ന് പറയാന്ന് പറഞ്ഞു. ഓക്കെ. ആഷ്നമോൾ. ഇനി എന്താ ആശ്രമങ്ങളെ ഉള്ളേ? എല്ലാം കവർ ചെയ്തില്ല. ഇനി ഉണ്ടല്ലോ, ഇനി ഇഷ്ടം ചോദ്യത്തിനാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് റെയർ വ്യൂ മിററിൽ ഒബ്ജക്ട് ഇൻ ദ മിറർ ക്ലോസർ ദാൻ ദി അപ്പിയർ എന്ന് എഴുതിയിരിക്കുന്നത്? അത് ബുക്കിൽ നോക്കിയാ തവിട് കൂടിയാ. ബുക്ക് അടച്ചു വെച്ചേ. എന്താണ്? ആയിട്ടാണ് ഇത് കാണുന്നത്. അതുകൊണ്ട് അതിനകത്ത് ഇമേജ് ക്ലോസർ ആയിട്ട് കാണിക്കും. ഒബ്ജക്ട് ക്ലോസർ ആയിട്ടോ? അപ്പൊ വലുതായിട്ടാണ് കാണിക്കുന്നത്? അല്ല, നമ്മൾ അകലേന്ന് വരുമ്പോ ഒബ്ജക്റ്റ് ദൂരെയാണെന്നൊരു ഫീലിംഗ് ഉണ്ടാവും. അതും കൂടെ പറയണം കേട്ടാ. ഓടിക്കുന്ന ആൾക്ക് ഒബ്ജക്റ്റ് വളരെ ദൂരെയാണെന്നൊരു ഫീലിംഗ് ഉണ്ട്. അതാണ്, അല്ലാണ്ട് വലുതായി കാണിച്ച അടുത്തെത്തിയതല്ല അതിന്റെ അർത്ഥം. നമ്മൾ പെട്ടെന്ന് വണ്ടി മാറ്റൂലേ? വലുതായി കാണിച്ചതല്ല, ഡിമിനിഷ്ഡ് ആണ്. ഡിമിനിഷ്ഡ് എന്ന് ആദ്യം പറയാം, എന്നിട്ട് പറയാണ് വലുതായിട്ട് കാണിക്കുന്നത്. എന്തൊക്കെയാണ് ഈ പഠിച്ചു വെക്കുന്നത്? ഓക്കെ, ഇനി എല്ലാരും ബുക്ക് എടുത്തോ. ഫാത്തിമ ഇസ്മായിൽ, ആ പ്ലെയിൻ മിറർ അവർ ആ ബുക്ക് എടുക്കുന്ന സമയത്ത് ആ പ്ലെയിൻ മിററിന്റെ 2-3 ആപ്ലിക്കേഷൻ ഒന്ന് പറഞ്ഞേ. ലുക്കിംഗ് മിറർ, പെരിസ്കോപ്പ്, പിന്നെ ലുക്കിംഗ് മിറർ. ഓക്കെ, വെരി ഗുഡ്. ദിയ ലേറ്റ് ആണല്ലോ, എന്നാ കോൺകേവിന്റെ ആപ്ലിക്കേഷൻ പറഞ്ഞോ. കോൺകേവിന്റെ ആപ്ലിക്കേഷൻ ദിയ VY 10D29 അങ്ങനെ ആളുണ്ട് അതിനകത്ത്. കേൾക്കുന്നില്ല? ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ച് ഞാൻ ബോർഡ് ഒന്ന് ഷെയർ ചെയ്യാം. ഇനി ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങളുടെ അടുത്ത് മാഗ്നിഫിക്കേഷൻ എന്താന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, വേറെ കുറെ കാര്യങ്ങൾ ബോധപൂർവം ഞാൻ പറയാണ്ടിരുന്നതാണ്. കാരണം
നിങ്ങൾ മാഗ്നിഫിക്കേഷൻ എന്താന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ നമുക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും മാഗ്നിഫിക്കേഷൻ എന്ന കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഒരു ചോദ്യം ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ആ ഒരു ഇക്വേഷനിൽ മാത്രം നെഗറ്റീവ് അല്ലെ? നമ്മൾ പഠിക്കുന്നുണ്ട് ഡിസ്റ്റൻസ് ടു ദി ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ടു ദി ഒബ്ജക്റ്റ്, ഡിസ്റ്റൻസ് ടു ദി ഇമേജ് ബൈ ഡിസ്റ്റൻസ് ടു ദി ഒബ്ജക്റ്റ് ആണ് മാഗ്നിഫിക്കേഷൻ, അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ് മാഗ്നിഫിക്കേഷൻ. അത് ഓക്കെ, എന്നാ അങ്ങനെ എഴുതിയാൽ പോരെ, വി ബൈ യു എന്ന് എഴുതിയാൽ പോരെ. എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ ആ നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുത്തത്? അത് അറിയണം, അല്ലാണ്ട് നമ്മൾ വെറുതെ ഇക്വേഷൻ ഇത് എങ്ങനെ വന്നു എന്ന് അറിയണ്ടേ? ഓക്കെ, അങ്ങനെ അറിഞ്ഞാൽ പിന്നെ ആ ഇക്വേഷനിൽ അത് ഇടാണ്ട് നിങ്ങൾ പോകൂല, മറക്കൂല കേട്ടാ. അതുകൊണ്ട് അത് പഠിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ മാഗ്നിഫിക്കേഷന്റെ കുറച്ച് മാജിക് കേട്ടാ. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു മാജിക് നമ്പർ ആണ്. മാജിക് നമ്പർ എന്ന് ഞാൻ വിളിക്കാൻ കാരണം അത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള നമ്പറാണ്. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. വെറുതെ മാഗ്നിഫിക്കേഷൻ ഇപ്പൊ 3 അത് റേഷ്യോ ആയതുകൊണ്ട് അതിന് യൂണിറ്റ് ഉണ്ടാവില്ല. 3 2 1 എന്നൊക്കെ നമ്മുടെ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ആക്ടിവിറ്റിയിൽ നിന്ന് ചെയ്ത് മനസ്സിലാക്കിയ കാര്യങ്ങളുണ്ടല്ലോ, ഇറക്റ്റ്, ഡിമിനിഷ്ഡ്, എൻലാർജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വിർച്വല എന്നുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് ആ ഒരൊറ്റ വാല്യൂ എന്ന് കിട്ടും. ആ ഒരു സിംഗിൾ വാല്യൂ മാഗ്നിഫിക്കേഷൻ അറിഞ്ഞാൽ നമുക്ക് ഇമേജിന്റെ പ്രോപ്പർട്ടി ഒക്കെ കിട്ടും. അതെങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അത് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ന്യൂമറിക്കൽ സെക്ഷനിലേക്ക് പോകാം. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇതിലൊരു ഫിഗർ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഞാൻ ഒബ്ജക്റ്റ് എന്താന്ന് നോക്കൂ. ഇത് ഏത് മിറർ ആണ്? അൽഹ, ഇത് ഏത് മിറർ ആണ്? കോൺകേവ് ആണോ കോൺവെക്സ് ആണോ? കോൺകേവ് ആണ്. ഓക്കെ, ഇതിന്റെ മാഗ്നിഫിക്കേഷൻ എങ്ങനെയാ ഫാത്തിമ സാല കണ്ടുപിടിക്കുക? നമ്മള് ഇതിന്റെ മാഗ്നിഫിക്കേഷൻ എങ്ങനെയാ കണ്ടുപിടിക്കുക? മൈനസ് വി ബൈ യു, അല്ലെങ്കിലോ വേറെ സാധനം ഇവിടെ തന്നിട്ടുണ്ട് അതിനകത്ത്, ഹൈറ്റ് HI/HO. ഇപ്പൊ ഇതാണ് ഒബ്ജക്റ്റ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ് ആ ബ്ലൂ കളറും റെഡ് കളറും യൂസ് ചെയ്തിരിക്കുന്നത്. ആ ബ്ലാക്ക് കളറും റെഡ് കളറും. ആ ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഒബ്ജക്റ്റ്, റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഇമേജ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഈ കോൺകേവിന്റെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എഫിന്റെയും പിയുടെയും ഇടയ്ക്ക് വെക്കുമ്പോൾ ഇമേജ് കിട്ടുന്ന എവിടെയായിരിക്കും? ബിഹൈൻഡ് ദ മിറർ ആയിരിക്കും. കോൺകേവില് മിററിന്റെ പുറകിൽ ഇമേജ് വരുന്ന ഒരേ ഒരു കേസാണിത്. ഓൺലി സിംഗിൾ കേസിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? കോൺകേവിന്റെ പുറകില് ഇമേജ് ഫോം ചെയ്യുള്ളൂ. ബാക്കിയുള്ള എല്ലാ കേസിലും ഇമേജ് വിൽ ബി ഫോംഡ് ഇൻ ഫ്രണ്ട് ഓഫ് മിറർ ഓർ ഇമേജ് വിൽ ബി റിയൽ. ഓക്കെ, ഇൻ ലാസ്റ്റ് കേസ് ഇമേജ് വിൽ ബി വിർച്വൽ. ദാറ്റ് ഈസ് ദ ഒബ്ജക്ട് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് പോൾ. ഫോക്കസിന്റെയും പോളിന്റെയും ഇടയ്ക്കില് ഒബ്ജക്ട് വെക്കുന്ന കേസ്. ഇനി നോക്കിക്കോ, ഇതില് നിങ്ങൾ ഇനി കണ്ടുപിടിച്ച് തരേണ്ടത്, എനിക്ക് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിച്ച് തരണം. M=HI/HO വെച്ചിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക. അതുപോലെ M= നിങ്ങൾ ആ നെഗറ്റീവ് ഇടണ്ട കേട്ടോ. ഈ ഒരു 15 മിനിറ്റ് മാത്രം നിങ്ങൾ ആ നെഗറ്റീവ് സൈൻ യൂസ് ചെയ്യേണ്ട. പിന്നെ മേലാൽ ഇത് യൂസ് ചെയ്യാണ്ട് പോവുകയും ചെയ്യരുത് കേട്ടോ. ഓക്കെ, ഇപ്പൊ മാത്രം നമുക്ക് ഒന്ന് പഠിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ അവിടെ ഇപ്പൊ തൽക്കാലം നെഗറ്റീവ് ഇടാണ്ട് നിങ്ങൾ എന്ത് ചെയ്തോ? V/U കണ്ടുപിടിച്ചോ. എന്നിട്ട് ഇത് രണ്ടും നോക്കുക കേട്ടോ. രണ്ടും സെയിം ആണോ നോക്കുക കേട്ടോ. എത്രയാണ് ക്വസ്റ്റ്യൻ? HI/HO മനസ്സിലായല്ലോ? ഇതിന്റെ ഹൈറ്റ് ആണ് കേട്ടോ. ഹൈറ്റിന് നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കാം. ഞാൻ പിന്നെ എൻ്റെ ഇത് ഈ കുഞ്ഞിതിലെല്ലാം കൂടി വരയ്ക്കുമ്പോൾ ഭയങ്കര കൺജസ്റ്റഡ് ആവും. അതുകൊണ്ടാണ് അത് 2 സെന്റിമീറ്റർ ഹൈറ്റ് ആണ്. ഇതിന് 4 സെന്റിമീറ്റർ ഹൈറ്റ് ആണ് കേട്ടോ. ഇത് ഹൈറ്റ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ഇതൊന്ന് കോപ്പി ചെയ്തേ. ഈ ഫിഗർ, ഈ മാഗ്നിഫിക്കേഷൻ എന്ന കോൺസെപ്റ്റ് പല കുട്ടികൾക്കും കിട്ടില്ല. കാരണം അവർ ആ ക്ലാസ്സിൽ ആ ചുമ്മാ ഒരു റേഷ്യോ എന്നുള്ള മട്ടിൽ അതങ്ങ് പഠിച്ചങ്ങ് പോകും. പക്ഷെ മാഗ്നിഫിക്കേഷനിലെ ക്വസ്റ്റ്യനിൽ പലപ്പോഴും മാഗ്നിഫിക്കേഷൻ എന്ന ആ നമ്പർ നമുക്ക് കിട്ടുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്ലിയർ ആവും എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാവുന്നു കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ചോദിച്ചോളൂ. വരച്ചെടുക്കും. എല്ലാരും വരയ്ക്കണം കേട്ടോ, ഉഴപ്പരുത്, വരയ്ക്കണം. ഞാൻ നോക്കും. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ 2 മാഗ്നിഫിക്കേഷൻ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ? അത് കണ്ടുപിടിച്ച് അവിടെ വെച്ചോ കേട്ടോ. മാഗ്നിഫിക്കേഷൻ ആ 2 രീതിക്കും കണ്ടുപിടിക്കുക. HI ഹൈറ്റ് ഓഫ് ദി ഇമേജ്, HO ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്ട്, V ഇമേജ് ഡിസ്റ്റൻസ്, U ഒബ്ജക്ട് ഡിസ്റ്റൻസ്. ഓക്കെ, പഠിച്ചിരിക്കുന്നതാണ്. എല്ലാ ഡിസ്റ്റൻസും പോളിൽ നിന്നാണ്. അതുകൊണ്ടാണ് എല്ലാ ഡിസ്റ്റൻസും പോളിലേക്ക് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇമേജും ഒബ്ജക്റ്റും ഒക്കെ നമ്മൾ പോളിൽ നിന്ന് ടേപ്പ് എടുത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പോളിൽ 0 വെച്ചിട്ട് നമ്മൾ ടേപ്പ് എടുത്ത് അളക്കുന്ന പോലെയാണ്.
ഹാരിസിന് കിട്ടിയോ? കിട്ടി സാർ. എത്ര കിട്ടിയേ? 2. രണ്ടാമത്തേലോ? അതും 2. അതും 2 അല്ലേ? കൊള്ളാം. ഹാരിസ് സൈൻ കൺവെൻഷൻ യൂസ് ചെയ്തോ? സാർ സൈൻ കൺവെൻഷൻ യൂസ് ചെയ്തോ? ഇല്ല. ഇല്ല. ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത് കേട്ടോ. സൈൻ കൺവെൻഷൻ യൂസ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ മിണ്ടാണ്ടിരുന്നത് കേട്ടോ. നിങ്ങൾ എത്ര പേര് സൈൻ കൺവെൻഷൻ യൂസ് ചെയ്തത് ചെയ്തു? ഒന്ന് കൈപൊക്കിക്ക്. നിങ്ങൾ തന്നെ നോക്കി എത്ര പേരുണ്ടെന്ന്. എത്ര പേരുണ്ട്? ഒരാള്, 2. അലൈന എന്നാണ് പേര്. അലൈനയും പിന്നെ അൽഹ അല്ലെ. ബാക്കി ആര് സൈൻ കൺവെൻഷൻ യൂസ് ചെയ്തിട്ടുള്ള? ആഷ്ന മോള്, സാര ഫാത്തിമ. ആള് കൂടിയോ? ഓക്കെ. അപ്പൊ നിങ്ങൾ സൈൻ കൺവെൻഷൻ യൂസ് ചെയ്യണം കേട്ടോ. സൈൻ കൺവെൻഷൻ എന്താന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. റൈറ്റിലേക്കാണെങ്കിൽ പോസിറ്റീവ്, ലെഫ്റ്റിലേക്കാണെങ്കിൽ നെഗറ്റീവ്. റൈറ്റ് ആണെങ്കിൽ പോസിറ്റീവ്, ലെഫ്റ്റ് ആണെങ്കിൽ നെഗറ്റീവ്, അപ്വേർഡ് ആണെങ്കിൽ പോസിറ്റീവ്, ഡൗൺവേർഡ് ആണ്. എപ്പോഴും സൈൻ നോക്കുക. നിങ്ങൾ വാല്യൂ വെറുതെ എഴുതരുത്. വാല്യൂ എഴുതി അയ്യോ ഇതിന്റെ സൈൻ എവിടെയെന്ന് അന്വേഷിച്ച് പോക്കോളൂ കേട്ടോ. സൈൻ ഇല്ലാണ്ട് എഴുതി. പോസിറ്റീവ് ആണെങ്കിൽ അവിടെ പ്ലസ് എന്ന് എഴുതിക്കോ കേട്ടോ. ഇപ്പൊ 2 ആണെങ്കിൽ അവിടെ +2 എന്ന് എഴുതിക്കോ. ഓക്കെ. സൈൻ എപ്പോഴും ഉണ്ടാവണം. ഇനി ഈ ലൈറ്റിന്റെ പ്രോബ്ലങ്ങൾ ചെയ്യുമ്പോൾ സൈൻ മസ്റ്റ് ആണ്. നിങ്ങളത് നോക്കിക്കൊള്ളണം കേട്ടോ. ഇനി പറയില്ല, നിങ്ങളത് കറക്റ്റ് ആയിട്ട് നോക്കിക്കൊള്ളണം. അഫ്ര ഇവിടെയല്ലേ? അഫ്ര വേറെ വർത്താനമാണ്. അഫ്ര അലി എന്താ അഫ്ര വേറെ സംസാരം? അവിടെ ആരാ? അഫ്രയുടെ ആരാ അവിടെ ഇരിക്കുന്നേ? ഞാനിവിടെ എന്റെ 2-3 കൂട്ടുകാരന്മാരെയൊക്കെ വിളിച്ച് കളിച്ച് ചിരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് എങ്ങനെ ഉണ്ടാവും? ഓക്കെ, കഴിഞ്ഞോ? മതി. ഇത്ര സമയം മതി. അയ്യോ ഇത് ഭയങ്കര പ്രോബ്ലം ആണെന്ന് വിചാരിച്ചിരിക്കുക. ഇതൊന്നും അല്ല പ്രോബ്ലം. ഇവിടെ നോക്ക്. ഒരാള്. ഇനി ആരാ പറയാ? അനശ്വര ഒന്ന് പറഞ്ഞ. അനശ്വര എങ്ങനെ കിട്ടിയേ? HI എത്ര അനശ്വര കിട്ടിയേ? ഹൈറ്റ് ഓഫ് ദി ഇമേജ് അല്ലേ? അത് നമ്മള് റൈറ്റിലോട്ടല്ലേ? ഹൈറ്റ് നമ്മൾ നേരെയാണ് അളക്കുക. ഹൈറ്റ് പൊക്കത്തേക്കല്ല അളക്കുക. പൊക്കത്ത്. അത് റൈറ്റ് സൈഡിലല്ലേ കിടക്കണേ? റൈറ്റ് സൈഡ്. അത് നോക്കണ്ട. ഹൈറ്റ് മുകളിലോട്ടാണോ താഴേക്കാണോ? അത് മാത്രം നോക്കിയാൽ മേളിലോട്ടാ. പോസിറ്റീവ്. അപ്പൊ 4. ഓക്കെ. ഡിവൈഡ് ബൈ. ഇനി അടുത്തതോ? ഒബ്ജക്റ്റോ? ഒബ്ജക്റ്റ് അപ്പുറം തന്നെയല്ലേ? ലെഫ്റ്റ്. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എങ്ങനെയാ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അത് നെഗറ്റീവ്. അപ്വേർഡ് ഡൗൺവേർഡ് ഉള്ളൂ. പോസിറ്റീവ്. എവിടെ വേണേലും കിടന്നോട്ട് അത് മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ഹൈറ്റ് എടുക്കുമ്പോൾ നമ്മൾ അപ്വേർഡ് ആണോ ഡൗൺവേർഡ് ആണോ നോക്കിയത്. അപ്വേർഡ് ആണെങ്കിൽ പോസിറ്റീവ്, ഡൗൺവേർഡ് എവിടെ കിടന്നാലും കുഴപ്പമില്ല. ഇത് ഏതായിരിക്കും അപ്പോ? പോസിറ്റീവ് ആണ് അല്ലെ? ഒബ്ജക്റ്റ് ഹൈറ്റ് പോസിറ്റീവ് ആണ്. കാരണം ഒബ്ജക്റ്റ് തലതിരിഞ്ഞ് വയ്ക്കില്ലല്ലോ. ഒബ്ജക്റ്റ് ഹൈറ്റ് പോസിറ്റീവ് ആണ്. അപ്പൊ അനശ്വരയ്ക്ക് ഇവിടെ മാഗ്നിഫിക്കേഷൻ കിട്ടേണ്ടത് 2 ആണ് കേട്ടോ. ഓക്കെ, +2 എന്ന് എഴുതിക്കോ കേട്ടോ. +2. ഓക്കെ. +4/+2 = +2. ഓക്കെ. ഇനി അഫ്ര V/U എന്താ കിട്ടിയ? അഫ്ര V/U എന്താ കിട്ടിയേ? -2. -2 അല്ലെ? അത് ചെയ്ത എങ്ങനെയാ? V എത്ര? V 6/-3. 6 ആണ് അല്ലെ? ഇമേജ് എങ്ങനെ 6 കിട്ടിയ? അഫ്ര അത് റൈറ്റിലോട്ട് പോസിറ്റീവാ. അത് മിററിന്റെ റൈറ്റിലേക്കാണ്. അത് പോസിറ്റീവ് ആണെന്ന് സാർ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ +6. U എത്ര അഫ്ര? U -3. അത് ലെഫ്റ്റിലേക്ക് ആയതുകൊണ്ട് -3. പോസിറ്റീവും നെഗറ്റീവും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ്. ആൻസർ നെഗറ്റീവ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കി പിള്ളേരെ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്താ കുഴപ്പം? 2 ഈക്വൽ ആണെന്ന് നമ്മൾ പറയുകയും ചെയ്ത് എന്നിട്ട് പറയുകയാണ് 2 വാല്യൂ ആണ്. പറ്റുമോ? ഈ പ്രശ്നം പരിഹരിക്കാൻ എന്താ ചെയ്യണ്ടേ? ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇന്നലെ തൊട്ട് പ്രശ്നങ്ങളാണ് നമുക്കല്ലേ. ആരാണ്? ഫാത്തിമ ഇസ്മായില പറഞ്ഞോ. ഈ പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാം? അത് അതിനകത്ത് ഒരു ഇക്വേഷൻ എന്തിട്ട് കൊടുത്താൽ മതി? മൈനസ് ഇട്ട് കൊടുത്താൽ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷനിൽ എന്തിട്ട് കൊടുക്കുന്നത്? -V/U. ഇനി അതൊന്ന് വെട്ടിയിട്ട് ഒന്നോടെ ചെയ്തു കേട്ടോ. നമ്മൾ വീണ് പഠിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഒന്നുകൂടെ ചെയ്തോ. മൈനസ് ഇട്ട് കൊടുത്ത് ചെയ്തു. അപ്പൊ ഇനി മൈനസ് ഇട്ടില്ലെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പോകും കേട്ടോ. എന്നിട്ട് ടീച്ചർ ഇങ്ങനെ വെട്ടിയിടും. ഒന്നും കിട്ടൂല.
ഓക്കെ, ചെയ്തു നോക്കിക്കോ. -v/u. അപ്പൊ ഒരു മൈനസ് പുറത്ത് കിടന്നോട്ടെ, മൈനസിനെ നമുക്ക് പിന്നെ നോക്കാം. ബാക്കി എങ്ങനെയാ? ബാക്കിയൊക്കെ സെയിം ആണല്ലോ അല്ലെ? 6/-3 എന്ന് വരും. ആ 6/-3 ഒന്ന് ചെയ്തിട്ട് ആ മൈനസ് ഒന്ന് അകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. -2 which is equal to +2. കിട്ടിയോ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ആർക്കെങ്കിലും? എനിവൺ? അനശ്വര ചോദിച്ചു. അനശ്വര, സാർ എനിക്ക് മനസ്സിലായില്ല, 6ഉം 3ഉം എങ്ങനെയാ എടുത്താണ്. അത് ശ്രദ്ധിക്കും. ഈ വി എന്താ അനശ്വര? വി എന്താ? ഇമേജ് ഡിസ്റ്റൻസ്. ഇമേജിന്റെ ഡിസ്റ്റൻസ് നമ്മൾ പോളിൽ നിന്നല്ല തുടങ്ങാം. അപ്പൊ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാ ഇവിടെ കൊടുത്തിരിക്കുന്നത്? 6 സെന്റിമീറ്റർ. അതാണ് ഈ 6. ഇനി യു എന്താ? യു ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. അപ്പൊ പോളിൽ നിന്നല്ല അളക്കുന്നത്. പോളിൽ പോയി നിന്നിട്ട് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എവിടെ എഴുതിയേക്കുന്നത്? മനസ്സിലായി? ഇതാണ് ഡിസ്റ്റൻസ്. ഇത് ഹൈറ്റ് ആണ്. ഹൈറ്റ് ഈ കൊടുത്തിരിക്കുന്ന രണ്ടും ഹൈറ്റ് ആണ്. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ? ഇങ്ങനെ ഓർമ്മ പറ്റേ? ഓക്കെ, അടുത്ത് നിങ്ങൾ പെട്ടെന്ന് ചെയ്തു നോക്കൂ. കാരണം ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ആ ഒരു കോൺസെപ്റ്റ് കിട്ടിക്കാണും. ഇതാ ഇവിടെ ഇത് ചെയ്തു. സെക്കൻഡ് വൺ ഇത് ചെയ്തു. അഫിൻ, അപ്പൊ ഇതൊരു കോൺകേവ് മിറർ ആണ് അല്ലേ? അഫിൻ? കോൺവെക്സോ? എങ്ങനെയാ കോൺവെക്സ് ആണെന്ന് മനസ്സിലായി? എങ്ങനെയാ? എങ്ങനെ പറഞ്ഞോ? ഔട്ട്വേർഡ് റിഫ്ലക്റ്റിംഗ് സർഫസ് ഇങ്ങനെ തള്ളിയായിരിക്കുന്നത്. നിങ്ങൾ ആ റിഫ്ലക്റ്റിംഗ് സർഫസ് നോക്കിയാൽ മതി. ആ റിഫ്ലക്ട് ചെയ്യുന്ന സർഫസ് തള്ളിയാണ് ഇരിക്കുന്നതെങ്കിൽ അത് കോൺവെക്സ് ആണ്, കോൺകേവ് അല്ല കേട്ടോ. കോൺവെക്സ്, കോൺകേവ്. കേവ് ഗുഹ, അകത്തേക്ക് തള്ളിയിരിക്കും. വെക്സ് പുറത്തേക്ക്, എക്സ് പുറത്ത് കേട്ടോ, മാറിപ്പോരുത്. കോൺവെക്സ്. ഓക്കെ, നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചോ. നിങ്ങളുടെ മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ ഒക്കെ റെഡിയാണ്. പിന്നെ എന്താ കുഴപ്പം? മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ ഒക്കെ റെഡിയാണ്. HI/HO. സൈൻ നോക്കണം കേട്ടാ. HI/HO. അതുപോലെ ഈ പറയുന്ന മറ്റൊരു ഇക്വേഷനും നിങ്ങളുടെ കയ്യിലുണ്ട്. നെഗറ്റീവ് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ 2 ആൻസർ കിട്ടും കേട്ടോ. നെഗറ്റീവ് ഓഫ് V/U. അച്ചുവിന് കിട്ടിയ? അച്ചു അലൈന കഴിഞ്ഞോ? അഫ്നാൻ, ഫസ്റ്റത്തെ എന്ന് പറഞ്ഞ അഫ്നാനെ, ഫസ്റ്റത്തെ എന്ന് പറഞ്ഞേ. 4/2. +4 ആണോ -4 ആണോ? അതും പറ, അല്ലെങ്കിൽ നമ്മൾ ഓർക്കൂല, അത് മറന്നു പോകും. +4/+2. +4/+2 ആണ്. ആൻസർ എത്ര കിട്ടും? +2. ഓക്കെ, +4/+2. അപ്പൊ എപ്പോഴും സൈൻ നോക്കിക്കോ. അപ്പൊ പിന്നെ മറക്കൂല്ലോ. എപ്പോഴും സൈൻ എഴുതണം കേട്ടോ. ലൈറ്റിന്റെ ആണെങ്കിൽ സൈൻ എഴുതിക്കോ. ഫാത്തിമ പി എ. ഫാത്തിമ ബി വിക്ക് ചോദിച്ചോ. ഫാത്തിമ ബി ചോദിച്ചോ. അത് കഴിഞ്ഞ് സാറ് ചോദിച്ചോ. സാർ, ഈ ഇമേജ് എന്ന് പറഞ്ഞാൽ മിററിന്റെ ഫ്രണ്ട് അല്ല, ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മിററിന്റെ ആണെങ്കിൽ ഫ്രണ്ടിലല്ല വരിക. എന്നെ പറ്റിച്ചു അല്ലേ? തിരിഞ്ഞുപോയി അല്ലേ? ആരാ ഉത്തരം പറഞ്ഞ ആളാരാ? ആരായിരുന്നു ഉത്തരം പറഞ്ഞ? ആരായിരുന്നു? അഫ്നാൻ അല്ലേ? അഫ്നാനെ തിരിഞ്ഞുപോയില്ലേ? ഇവര് ബഹളം ഉണ്ടാക്കണു. അഫ്നാൻ ഇവരെ തെറ്റിച്ചു എന്ന് പറഞ്ഞിട്ട്. ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഏതാ? അഫ്നാനെ
ഇത് ഒബ്ജക്റ്റ് അല്ലേ? ഇത് ഒബ്ജക്റ്റ് ആണ്, ഇത് ഇമേജ് ആണ്. ഇമേജിന്റെ ഹൈറ്റ് എത്ര അഫ്നാനെ? 2. നമ്മുടെ ഒരു പ്രശ്നം അഫ്നാനെ, അതെ, നമ്മൾ എപ്പോഴും എളുപ്പമുള്ള ഏതാന്ന് വെച്ചാൽ അതങ്ങ് ചെയ്യും അല്ലെ. നമ്മൾ നോക്കുമ്പോൾ 4/2 കിടക്കുവാണ്, 2/4 ചെയ്യാൻ നമുക്കൊരു മടി ഉണ്ടാവും. നമ്മൾ അങ്ങനെ ട്രെയിൻ ചെയ്ത് വെച്ചേക്കോ നമ്മുടെ മൈൻഡിന്. 4 ഉം 2 കണ്ട 4/2. അങ്ങനെയല്ല, ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ചെയ്യുമ്പോ 2/4 കേട്ടോ, +2/+4 എന്ന് വരും. അപ്പൊ 1/2 അല്ലെ, +1/2 വരും. ഓക്കെ, ഇത് തന്നെയാണോ അലൈനക്ക് കിട്ടിയേ? ഓക്കെ. ഇനി ആമിന അഷ്റഫ് അടുത്തതെന്ന് പറഞ്ഞ ആമിന, ഇതെങ്ങനെയാ വരിക അടുത്തത്? ആമിന Sir, പറഞ്ഞോ. height of the object by height of the image by height of the object. ഏത്? ഇതോ രണ്ടാമത്തെയോ സെക്കൻഡ് ഇക്വേഷനോ? ഞാൻ സെക്കൻഡ് ഇക്വേഷനാ പറയുന്നത്. രണ്ടാമത്തെ ഇക്വേഷൻ -v/u Plus 2/4. നോക്കട്ടെ. ഇവരെന്താണ് ഈ പറയുന്നത്? ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് നിങ്ങൾ മേളിലായിട്ട് ഹൈറ്റ് ആണ് അളക്കുക. ഇത് ഹൈറ്റ് അല്ലേ? ഡിസ്റ്റൻസ് ഇതാണ് അല്ല, ഇത് ക്വസ്റ്റ്യൻ മാറി. ഇതല്ല ക്വസ്റ്റ്യൻ, സോറി. ഡിസ്റ്റൻസ് ഇതല്ലേ? ഇതാണ് ഡിസ്റ്റൻസ്. ഇത് രണ്ടുമാണോ? ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. -v 3 centimeter. -v +3 സെന്റിമീറ്റർ. അതെന്ത് തിരിഞ്ഞു പോണേ? 3 സെന്റിമീറ്റർ. പിന്നെ അടുത്തതോ? യുഓ? u +6 centimeter. പ്ലസ്സോ? ലെഫ്റ്റ് നെഗറ്റീവ്. -6 centimeter. പിന്നെ നെഗറ്റീവ് അല്ലേ? ലെഫ്റ്റിലേക്ക് നെഗറ്റീവ് ആണ്. ഇതെന്താ ശ്രദ്ധയില്ലാത്ത? തെറ്റിപ്പോവും, ആൻസർ തെറ്റിപ്പോവും നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധയില്ലാണ്ട് ചെയ്താ കേട്ടോ. മൈനസ് ആണ് ലെഫ്റ്റിലേക്ക് മൈനസ് കേട്ടോ. അത് എപ്പോഴും ഓർമ്മയിലുണ്ടാവും, വെറുതെ പ്ലസ് ഇട്ട് പോരുത്. -6 ആണ്. അപ്പൊ എന്ത് വരും? മൈനസ് ഓഫ് മൈനസ് പ്ലസ് അല്ലേ? +1/2 എന്ന് വരും. ഓക്കെ, ശരിയല്ലേ? നോക്കി, 1/2 +1/2. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആ മൂന്നാമത് കിടക്കുന്നത് ചെയ്തോ. ഇത് അതിന്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്നു കേട്ടോ. ഇമേജ് വരയ്ക്കണം. ഇമേജ് ജസ്റ്റ് കാണിച്ചേക്ക്. ഇമേജ് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാ അത് പറയാ? റേ ഡയഗ്രം ഒന്നും വരയ്ക്കണ്ട കേട്ടോ, വെറുതെ സമയം കളയണ്ട. റേ ഡയഗ്രം ഒന്നും വരച്ച് സമയം കളയണ്ട. അത് നമ്മൾ പഠിച്ചിരിക്കുന്ന കേസാണ്. ഒബ്ജക്ട് സിയുടെ എഫിന്റെ ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് കിട്ടുന്ന എവിടെയായിരിക്കും? ബിഹൈൻഡ് സി ആയിരിക്കും. അത് നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്. IM ഒബ്ജക്ട് സിയുടെ എഫിന്റെ ഇടയ്ക്കാണ്. അപ്പൊ ഇമേജ് കിട്ടുന്നത് ബിഹൈൻഡ് സി ആയിരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിച്ച് ക്ലിയർ ആക്കിയിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. ഇതൊക്കെ അവസാനം ചോദിക്കാം, ഇപ്പൊ ചോദിക്കണോ, സാറിന് ബുദ്ധിമുട്ടാവുന്നൊക്കെ വിചാരിച്ചിരുന്നാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. അതുകൊണ്ട് ചോദിച്ചോളുക കേട്ടോ. ഓരോന്ന് ചെയ്യുമ്പോഴും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ ചോദിച്ചോളാം. അനശ്വര ഒന്ന് പറഞ്ഞ. അനശ്വര ഇതിന്റെ മാഗ്നിഫിക്കേഷൻ ഒന്ന് പറഞ്ഞേ. M = hi/ho. hi/ho. ഹൈറ്റ് ഓഫ് ദി ഇമേജ് എത്രയാ? ഇമേജിന്റെ ഹൈറ്റ് ശ്രദ്ധിച്ച് നോക്കണോട്ടെ. ഇമേജിന്റെ ഹൈറ്റ് -4. മിടുക്കി, -4. HO എത്രയാ? +2. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എന്ത് വരും? +4/-2. 4/2 ചെയ്യും. 4/2 എന്താ? 2. പോസിറ്റീവ് നെഗറ്റീവ് ഡിവൈഡ് ചെയ്താ? പോസിറ്റീവ് നെഗറ്റീവ് ഡിവൈഡ് പോസിറ്റീവ് നെഗറ്റീവ് ഡിവൈഡ് ചെയ്ത് 2. പോസിറ്റീവ് നെഗറ്റീവ് ഡിവൈഡ് ചെയ്ത ആൻസറിന്റെ സൈൻ എന്തായിരിക്കും? അതെനിക്ക് ഡൗട്ടാ സാർ. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പഠിക്കാം. പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ ഒന്ന് പഠിക്കാനുണ്ടാവും കേട്ടോ.
അനശ്വരെ പേടിക്കണ്ട, അനശ്വരനെ പോലെ ഇത് അറിയില്ലാത്ത ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവരൊക്കെ നമുക്കൊന്ന് പഠിപ്പിച്ചെടുക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നെഗറ്റീവ് ആണ്. പോസിറ്റീവ് നെഗറ്റീവ് ഡിവൈഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണ്. അടുത്തതാ എം വി ബൈ യു വെച്ചിട്ട് നെഗറ്റീവ് വി ബൈ യു വെച്ച് ചെയ്ത് നോക്കിയേ. വി ബൈ യു, നെഗറ്റീവ് വി ബൈ യു. നിഷാന എങ്ങനെ വരും നെഗറ്റീവ് വി ബൈ യു വെച്ച് ചെയ്താ? നിഷാന പറഞ്ഞോ. നിഷാന ജമാൽ ചെയ്തില്ല സാർ, ചെയ്യണം. ചെയ്തോ, നമുക്ക് കൂടെ ചെയ്യാം. നെഗറ്റീവ് നിങ്ങൾ പറഞ്ഞാ മതി. നെഗറ്റീവ് ഓഫ് വി ബൈ യു എത്രയാ? വി ബൈ യു, വി ബൈ യു, വി എത്രയാ? ഇമേജ് ഡിസ്റ്റൻസ് നോക്ക്, പ്രശ്നമാണ് ഇത്. ഇമേജ് ഡിസ്റ്റൻസ് എത്രയാ? നെഗറ്റീവ് 10. ഇത്രയല്ലേ ഉള്ളൂ. ഇത് ചെയ്തില്ല, അതായത് ഇതിന്റെ ഒക്കെ ആവശ്യം എന്താണ് നോക്കി പറഞ്ഞ പോരെ. നെഗറ്റീവ് 10. അടുത്ത ഒബ്ജക്റ്റ് ഡിസ്റ്റൻസോ? -5. ഓക്കെ, -5. ഇത് ചെയ്യുമ്പോ എത്ര കിട്ടും? -2 കിട്ടും. ഓക്കെ, മാഗ്നിഫിക്കേഷൻ -2 കിട്ടും. മനസ്സിലായല്ലോ? ഷബാന മനസ്സിലാവുന്നുണ്ടോ? ഷബാനയ്ക്ക് മനസ്സിലായി സാർ. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞു. അപ്പൊ 3 എണ്ണായിട്ടോ. നമുക്ക് 2 എണ്ണോട് ചെയ്യാനുണ്ട്. താഴെ ഓർമ്മ ഇതാ പിടിച്ചോ, ചെയ്തോ. അപ്പൊ മാഗ്നിഫിക്കേഷൻ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, മാഗ്നിഫിക്കേഷൻ HI/H വിട്ട് ചെയ്താലും കുഴപ്പമില്ല, നെഗറ്റീവ് V by U ഇട്ട് ചെയ്താലും സെയിം ആൻസർ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. ആ ഒരു ബോധം ഉണ്ടാവണം. 2 ഇക്വേഷൻ ഇട്ട് ചെയ്താലും സെയിം ആൻസർ ആയിരിക്കും. അപ്പൊ ചിലപ്പോൾ തന്നിരിക്കുക ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇമേജ് ഡിസ്റ്റൻസും ആവാം, മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാം. ചിലപ്പോൾ തന്നിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ഇമേജിന്റെ ഹൈറ്റും ആയിരിക്കും, എന്നാലും നിങ്ങൾക്ക് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ഡെഫിനിഷനിൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് ഡിസ്റ്റൻസുകൾ തമ്മിലുള്ള റേഷ്യോ കൂടിയാണ് മാഗ്നിഫിക്കേഷൻ. ഒരു സൈൻ കയറി വരും എന്നുള്ളതിനകത്തേക്ക്. ഓക്കെ, ഒരു നെഗറ്റീവ് സൈൻ കയറി വരും. ഇനി ഇതാരാ പറയാ? ഇത് ആദ്യം പറയാണ്ടിരുന്ന ആ കുട്ടി എന്തേ? ആരായിരുന്നു അത്? ഞാൻ ആദ്യം ചോദിച്ചിട്ട് ആമിന അഷ്റഫ് അല്ലേ? ആമിന ഇല്ലേ അതിനകത്ത്? പോയാ? ആമിന ഒന്ന് പറഞ്ഞേ. മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ എന്താ? M = HI/HO. HI/HO വെച്ചിട്ട് ഇതൊന്ന് പറഞ്ഞേ. ഇത് എത്ര വരും? ഹൈറ്റ് ഓഫ് ദി ഇമേജ് എത്രയാ? 2 cm. 2 പ്ലസ് ആണോ മൈനസ് ആണോ? -2. ഒബ്ജക്റ്റ് ബ്ലാക്ക്, ഇമേജ് റെഡ് കേട്ടോ. ഒബ്ജക്റ്റ് നമ്മൾ തല തിരിച്ചു വെക്കൂല്ലോ. ഒബ്ജക്റ്റ് ഹൈറ്റ് എത്രയായിരിക്കും ആമിന? ഒബ്ജക്റ്റ് ആദ്യം ഇമേജ് ഹൈറ്റ്, സോറി ഇമേജ് ഹൈറ്റ് എത്രയാണ്? 2 + 2 ആണോ -2 ആണോ? -2. -2 ആയി. ഒബ്ജക്റ്റ് ഹൈറ്റ് എത്രയാ? -4. ഒബ്ജക്റ്റോ -4. എങ്ങനെ -4 വരുന്നത്? ഇത് -4 ആവുന്ന എങ്ങനെയാ ഹൈറ്റ്? 4 മാറിപ്പോരുത്. താഴേന്ന് മുകളിലേക്ക് പോസിറ്റീവ് കേട്ടോ. ഇവിടുന്ന് താഴേക്കാണ് നെഗറ്റീവ്. കണ്ടോ, ഇത് താഴേക്കാ ഹൈറ്റ് വരുന്നത്, അതുകൊണ്ടാണ് -2. ഇത് മുകളിലേക്ക് ഹൈറ്റ്. അപ്പൊ ഒബ്ജക്റ്റിന്റെ +4. അപ്പോ -1/2. മാഗ്നിഫിക്കേഷൻ = -1/2. ഇതേ സാധനം എന്ത് ചെയ്യാ? നെഗറ്റീവ് V/U ഇട്ട് ചെയ്യാം. നെഗറ്റീവ് V/U വെച്ചിട്ടും സെയിം ചെക്ക് ചെയ്യാം. എവിടെയെങ്കിലും മാറുന്നുണ്ടോ നോക്കാം. ഫാത്തിമ ഫൈറൂസ് കിട്ടിയാ? പറഞ്ഞേ കേൾക്കുന്നില്ല. ചെയ്തോണ്ടിരിക്കുക. എന്നൊന്നും പറഞ്ഞോ. ഇതെങ്ങനെ വരും? വിക്ക് എത്ര ഇട്ട് കൊടുക്കും? വിക്ക് ഫാത്തിമ എത്ര ഇട്ട് കൊടുക്കും? വി ഇമേജ് ഡിസ്റ്റൻസ് എത്ര? മിടുക്കി -5 ഇട്ട് കൊടുക്കണം. അല്ല, ഒരു മൈനസ് അവിടെ ഓൾറെഡി ഉണ്ട്. അതിന്റെ കൂടെ ഒരു -5 ഇനി ഇവിടെയോ യുക്കോ -10. വേണമെങ്കിൽ ഈ മൈനസ് നിങ്ങൾക്ക് പ്ലസ് ആക്കാട്ടാ.
ഈ അടുത്തടുത്ത് കിടക്കണ ഈ 2 മൈനസ് ഉണ്ടല്ലോ ഇവിടെന്നെ മാറ്റാം. ആ ന്യൂമറേറ്ററിനെ മാറ്റാതെ ആ സൈൻ വേണമെങ്കിൽ കേട്ടോ. കണ്ടുപിടിച്ചിട്ട് നെഗറ്റീവ് ആക്കണമെന്നില്ല, വേണമെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ ഇതങ്ങ് ചെയ്തോ. ഓക്കെ, അപ്പൊ ഇവിടെ +5 ആവും. +5 -2 എന്ന് പറയുമ്പോൾ സെയിം ആൻസർ ആണ്, ഒരു മാറ്റമില്ല. -1/2 മാഗ്നിഫിക്കേഷൻ. ഓക്കെ, അൽഹ എവിടെയാണ് ഫിസിക്സ് കേട്ടോ. അൽഹ പൈസ മുടക്കി വന്നിരിക്കുന്നത് കേൾക്കാൻ ഇവിടെയാണ് കേട്ടോ. അത് ഫ്രീ ആണ്, എപ്പോഴേയും സംസാരിക്കാം. ഓക്കെ, ഇവിടെ കഴിഞ്ഞല്ലോ അല്ലെ? കഴിഞ്ഞു. ഇതാ അടുത്ത് അൽഹയ്ക്ക് കൊടുക്കാം. അടുത്ത് കേട്ടോ, അൽഹ പണിയെടുക്കട്ടെ. ഓക്കെ, ഇതാ പിടിച്ചോ. മനുഷ്യരെ ഉറങ്ങിയില്ലേ? 5 കാലമായി പോയിട്ട് സാർ വായിക്കാനായിട്ട്. അതെങ്ങനെ ചോദിക്കും? മാഗ്നിഫിക്കേഷൻ HI/H ഇട്ട് ചെയ്യുക. അതുപോലെ മാഗ്നിഫിക്കേഷൻ -V/U ഇട്ട് ചെയ്യുക. രണ്ടും ശരിയാണോ നോക്കുക. മുഹമ്മദ് അയാൻ പറയട്ടെ ഇത്തവണ. മുഹമ്മദ് അയാൻ HI/H വെച്ചിട്ടൊന്ന് പറഞ്ഞേ. HI/H ആ പറഞ്ഞോ. 2/2 അതാണ് പറഞ്ഞേ. എന്റെ ക്ലിയർ ആവുന്നില്ല. ഇല്ല ക്ലിയർ ആവുന്നില്ല. ഓട്ടെ, അൽഹ പറഞ്ഞോ. അല്ല തന്നെ പറ. height of image +2 ഹൈറ്റ് ഓഫ് ദി ഇമേജ് +2 ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റോ -2. ഇതാ അല്ല ഈ വർത്താനം പറഞ്ഞാലുള്ള കുഴപ്പം. ഈ ഒബ്ജക്റ്റിന് -8 ഒക്കെ എടുക്കാൻ തോന്നും. ഒബ്ജക്റ്റ് അല്ലാതെ തലതിരിഞ്ഞാണോ മിററിൽ നോക്കുന്നത്? തലതിരിഞ്ഞിട്ടാണോ? നമ്മളെ ക്യാൻഡിൽ ഇങ്ങനെ പിടിച്ചിട്ടാണോ മിററിലേക്ക് വെച്ചേ? ഒബ്ജക്റ്റ് എപ്പോഴും നേരെ വെച്ചിട്ടാ നമ്മൾ. അതാണ് നമ്മുടെ കേസ്. അങ്ങനെയാണ്. ഒബ്ജക്റ്റ് എപ്പോഴും നേരെ വെച്ചിട്ടാ നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പൊ ഒബ്ജക്റ്റിന്റെ ആയിട്ട് ഒരു കാരണവശാലും നെഗറ്റീവ് പറയരുത് കേട്ടോ. ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് പ്രശ്നങ്ങളാണ്. ഒരു നെഗറ്റീവ് ഉള്ളു കാര്യം പറഞ്ഞാൽ, പക്ഷെ ആൻസർ തെറ്റിപ്പോവും കേട്ടോ. അപ്പൊ ഒബ്ജക്റ്റ് ഹൈറ്റ് പോസിറ്റീവ് എടുക്കണം. ഇമേജ് ഹൈറ്റ് ആണ് നെഗറ്റീവ്. അല്ലെങ്കിൽ ക്ലിയർ ആണോ? ഒബ്ജക്റ്റ് ഹൈറ്റ് മുകളിലേക്ക് പോസിറ്റീവ് എടുക്കും. ഇമേജ് ഹൈറ്റ് താഴേക്കാണ് നെഗറ്റീവ് എടുക്കണം കേട്ടോ. ഇനി മാറരുത് കേട്ടോ. ഇനി പ്രോബ്ലങ്ങൾ ചെയ്യാൻ പോവാണ്. ഇനി അടുത്ത ഇത് തീർന്നു. ഇനി പ്രോബ്ലങ്ങളാണ്. അപ്പൊ ചോദിച്ചോ ഹന ഫാത്തിമ? ചോദിക്കുന്നതാണോ? താടേക്ക് കൈ കൊടുക്കുന്ന? ഓക്കെ, പോട്ടെ. അപ്പോ ഹൈറ്റ് ഓഫ് ദി ഇമേജ് -2, ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് +2 ചെയ്യുമ്പോ എന്ത് വരും? -1 ഇതുപോലെ -V/U ചെയ്താലും -1 തന്നെ കിട്ടും. ഓക്കെ, കഴിഞ്ഞോ? എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ക്ലിയർ ആവാത്തവരെ ഞാൻ ബൈവീക്കിലേക്ക് പിടിക്കും കേട്ടോ. ഇപ്പൊ നിങ്ങൾ രക്ഷപ്പെട്ടാലും ബൈവീക്കിലേക്ക് കൊടുക്കും. പറഞ്ഞു അനുശ്വര പറഞ്ഞു. സാർ ഇതിലെ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഇല്ലേ, -+2 ആണോ അതോ -2 ആണോ? ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇൻവേർട്ടഡ് അല്ലേ? റിയൽ ഇമേജ് എന്നല്ല, സോറി, റിയൽ ഇമേജ് എപ്പോഴും ഇൻവേർട്ടഡ് അല്ലേ? പിന്നെ എന്തായാലും മൈനസ് അല്ലേ വരുള്ളൂ. ഇൻവേർട്ടഡ് ആണെങ്കിൽ ഇത് ഇങ്ങടല്ലേ അനുശ്വര? ഹൈറ്റ് എടുക്കാൻ താഴേക്കല്ലേ മെഷർ ചെയ്യേണ്ടത്? ഇവിടെ നിന്നാ തുടങ്ങണേ. പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ പ്രിൻസിപ്പൽ ആക്സിസിൽ അനശ്വര നിൽക്കുവാണെങ്കിൽ താഴേക്ക് ഇറങ്ങേണ്ട വരില്ലേ ഹൈറ്റ് ഇളക്കാൻ? അപ്പൊ അത് നെഗറ്റീവ്. ഇതാണെങ്കിൽ മുകളിലേക്ക് പോകണമെങ്കിൽ അതുപോലെ പോസിറ്റീവ്. അതുപോലെ ഡിസ്റ്റൻസ് ആണെങ്കിൽ പോളിൽ പോയി നിൽക്കുക. പോളിന്ന് റൈറ്റിലേക്കാണെങ്കിൽ പോസിറ്റീവ്, പോളിന്ന് ലെഫ്റ്റിലേക്കാണെങ്കിൽ നെഗറ്റീവ്. ഓക്കെ, റൈറ്റ് പോസിറ്റീവ് ആണ്. റൈറ്റ് ഓർത്തിരിക്കുക കേട്ടോ. അതുപോലെ എബവ് അപ്വേർഡ് എടുക്കുന്നതും പോസിറ്റീവ് ആണ്. റൈറ്റും അപ്വേർഡും പോസിറ്റീവ് ആണ്, അത് മറക്കരുത്. ഓക്കെ, കഴിഞ്ഞല്ലോ. ഇനി നിങ്ങൾ ആ എല്ലാ വാല്യൂ ഒന്ന് നോക്കട്ടോ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. നിങ്ങൾ ആ വാല്യൂസ് ഒക്കെ നോക്കിക്കേ. എല്ലാ വാല്യൂസും കണ്ടോ? അതിനകത്ത് കുറെ വാല്യൂസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ? കണ്ട, ഇനിയാണ് ബേസിക്. ഇനി കുറെ കാര്യങ്ങൾ പറയാനുണ്ട് ഇതിന്റെ ബേസിക് ആയിട്ട് കേട്ടോ. ഇവിടെ ശ്രദ്ധിച്ചോ. എല്ലാരും കഴിഞ്ഞോ? ഇനി കഴിയാത്ത ആരെങ്കിലും ഒന്ന് കൈവക്കി. ആമിനെ കഴിഞ്ഞോ? എന്നാ ആയുധം താഴെ വെച്ചേ, കത്തി താഴെ വെച്ചേ, അല്ല പെൻ താഴെ വെച്ചേ കേട്ടോ. പെൻ താഴെ വെക്ക്. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എഴുതും കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കും. എന്നിട്ട് നിങ്ങൾ ആ സമാധാനത്തോടെ ആ വാല്യൂസ് ഒക്കെ നോക്കി. ആ പോസിറ്റീവ് എമ്മിന് പോസിറ്റീവ് വന്നപ്പോ എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾക്ക് തോന്നിയോ?
ആ എം പോസിറ്റീവ് വന്ന കേസിലൊക്കെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഇമേജിന് അതുപോലെ എം നെഗറ്റീവ് വന്ന കേസിൽ എന്തെങ്കിലും പ്രത്യേകത ഇമേജിന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കി. എം പോസിറ്റീവ് വന്ന കേസ് നോക്കുക, എം നെഗറ്റീവ് വന്ന കേസ് നോക്കുക. 5 എണ്ണത്തില് എം പോസിറ്റീവ് വന്നപ്പോ എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ ഇമേജ്? അതാ കൈപൊക്കി തുടങ്ങി. പെട്ടെന്നാണ്. ഫാത്തിമ ബി. പറഞ്ഞോ ഫാത്തിമ സുബൈർ ഉണ്ട്. ഓക്കെ, പറഞ്ഞോ ഫാത്തിമ സുബൈർ, ഫാത്തിമ ബി, ആരെങ്കിലും പറഞ്ഞോ കേട്ടോ, പറഞ്ഞോ. എം പോസിറ്റീവ് വന്നപ്പോ എന്താ ഫാത്തിമയ്ക്ക് തോന്നിയത്? ഇതിനകത്ത് എം പോസിറ്റീവ് വന്നപ്പോ എന്താ തോന്നിയേ? ഇല്ല, എന്തൊക്കെയാ ഒന്നും കേൾക്കുന്നില്ല. ഫാത്തിമ സുബൈർ പറയുന്നു. വിർച്വൽ ഇമേജ്. മിടുക്കി, വിർച്വൽ ഇമേജ് ആണ്. നോക്കി പിള്ളേരെ, ആ എം പോസിറ്റീവ് വന്നപ്പോ ഒക്കെ നമുക്ക് കിട്ടിയത് എന്ത് ഇമേജാ? വിർച്വൽ ഇമേജ് ആണ് അല്ലേ? അപ്പൊ അവിടെ നമുക്ക് എഴുതാലോ, എം പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇമേജ് വിർച്വൽ ആണ് കേട്ടോ. അവിടെ എഴുതി വെച്ചേ. ഈ ക്വസ്റ്റ്യൻ എഴുതണ്ട കേട്ടോ, ഇത് അടുത്താണ്, ഇതിപ്പോ എഴുതണ്ട. എം പോസിറ്റീവ് ആണെങ്കിൽ അത് വിർച്വൽ ഇമേജിനായിരിക്കും. കണ്ടോ, താഴെ ഒരു ബോക്സിൽ വരയ്ക്കാനുണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ ബോക്സ് ആക്കണ്ട, ഞാൻ പറയാം. എം പോസിറ്റീവ് ആണെങ്കിൽ വിർച്വൽ ഇമേജ് ആണ്. ഇനി എം നെഗറ്റീവ് വന്ന കേസ് നോക്കിയത്, എവിടേക്ക് എം നെഗറ്റീവ്? ഇതേ കണ്ടോ, ഇവിടെ പോസിറ്റീവ് കണ്ടോ, മിററിന്റെ പുറകില. ഇവിടെ എം പോസിറ്റീവാ, മിററിന്റെ പുറകില. പിന്നെ എവിടെയാ? ബാക്കിയുള്ള എല്ലാ കേസിലും നെഗറ്റീവ് കണ്ടോ. നെഗറ്റീവ് വന്നപ്പോ എല്ലാം കിട്ടിയത് റിയൽ ഇമേജ് ആണ്. അപ്പൊ ഞാൻ നേരത്തെ വെറുതെ പറഞ്ഞല്ല, മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു മാജിക് നമ്പർ ആണ് കണ്ടോ. അതിന്റെ സൈനിന് പോലും ഇമേജിന്റെ പ്രത്യേകത വച്ചിട്ടുണ്ട് കണ്ടോ. ഓക്കെ, എം പോസിറ്റീവ് ആണെങ്കിൽ ഇമേജ് ഈസ് വിർച്വൽ, എം നെഗറ്റീവ് ആണെങ്കിൽ ഇമേജ് ഈസ് റിയൽ. പഠിച്ചോ? ഇനി മറക്കുവോ? ഇപ്പൊ എവിടെയെങ്കിലും ഇനി ഞാൻ +2 വിർച്വൽ ആണ് കറക്റ്റ് ആണെന്ന് ചോദിച്ചാൽ എന്ത് പറയും ഫാത്തിമ സഹല? +2 വിർച്വൽ ആണ് കറക്റ്റ് ആണോ? മിടുക്കി, അതാണ് വേണ്ടത് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോ എം എവിടെ പ്ലസ് എന്ന് കണ്ടാലും നിങ്ങൾ ചാടിക്കേറി പറഞ്ഞോളാം, അത് സാറേ വിർച്വൽ ഇമേജ് ആണ്, ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, എം പോസിറ്റീവ് വന്നാൽ വിർച്വലേ കിട്ടുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് എം നെഗറ്റീവ് ആണെങ്കിലോ? എം നെഗറ്റീവ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും കിട്ടുക? തഫ്സിയ അൻസാരി, എം നെഗറ്റീവ് ആണെങ്കിൽ എങ്ങനെയാ കിട്ടുക? ഇറക്റ്റ്. വിർച്വൽ ഇറക്റ്റോ? എം നെഗറ്റീവ് ആണെങ്കിൽ എന്നെ പറ്റിക്കുക, റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. അതും കൂടെ പറയാം അല്ലെ. റിയൽ ആണ്, തലതിരിഞ്ഞാണ്. റിയൽ ഇമേജ് എപ്പോഴും തലതിരിഞ്ഞാ കിട്ടുള്ളൂ. സ്ക്രീനിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ക്യാൻഡിൽ നേരെ കണ്ടോ, നിങ്ങൾ ആക്ടിവിറ്റി ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ് ആണ്. കാരണം നിങ്ങൾ ഒരു കാരണവശാലും റിയൽ ഇമേജ് നേരെ എഴുതാൻ പാടില്ല, വേറെ ഏത് കുട്ടികൾ എഴുതിയാലും. കാരണം നിങ്ങൾ അത് ചെയ്ത് കണ്ടവരാണ്, നിങ്ങൾ ആ സ്ക്രീനിൽ ഇമേജ് കണ്ടതാണ്. ഇമേജ് ഒരു കാരണവശാലും റിയൽ ഇമേജിനെ നിങ്ങൾ നേരെ കണ്ടിട്ടില്ല, എപ്പോഴും ഇൻവേർട്ടഡ് ആയിട്ടാണ് കണ്ടിട്ടില്ല, തല തിരിഞ്ഞിട്ടാണ് കിട്ടിയത്, ഇൻവേർട്ടഡ് ആണ്. അപ്പൊ റിയൽ ഇമേജ് ആണെങ്കിൽ അത് ഇൻവേർട്ടഡ് ആണ് കേട്ടോ, വിർച്വൽ ആണെങ്കിൽ അത് ഇറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് കിട്ടി. ഇനിയുണ്ട്. നിങ്ങൾ വിചാരിച്ചു ഇവിടെ കൊണ്ട് തീർന്നു അല്ലേ? മാഗ്നിഫിക്കേഷൻ ഭയങ്കര സെറ്റപ്പ് അല്ലേ കേട്ടോ. ഇവിടെ നോക്കിക്കോട്ടോ. ഇനി അടുത്ത മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1 വന്ന എപ്പോഴാന്ന് അല്ലെ, സോറി, മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1ൽ താഴെ വന്ന കേസ് നിങ്ങൾ നോക്കി, എന്തെങ്കിലും പ്രത്യേകത ഇമേജിനുണ്ടോ? മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1ൽ താഴെ വന്നപ്പോ എന്തെങ്കിലും പ്രത്യേകത ഇമേജിനുണ്ടോ നോക്കി. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1ൽ താഴെ വന്നപ്പോ ഈ കേസാണ് 1ൽ താഴെ അല്ലെ. ഈ കേസ് 1ൽ താഴെയാണ്. അതുപോലെ ഇവിടെ 1ൽ താഴെയാണ്. ഫാത്തിമ ഇസ്മായിൽ. ഓക്കെ, പറഞ്ഞോ ഫാത്തിമ, പറഞ്ഞോ. ഒബ്ജക്റ്റ് സൈസിനേക്കാളും വലിപ്പം കുറവാ ഇമേജിന്. അത് തന്നെ, മിടുക്കി. ഇമേജിന്റെ വലിപ്പം കുറവാണ് അല്ലെ. അപ്പൊ 1ലും താഴെയാണ് മാഗ്നിഫിക്കേഷൻ. ഇനി എവിടെ കണ്ടാലും നമുക്ക് പറയാൻ പറ്റും ഒബ്ജക്റ്റിന്റെ സൈസ് ഇമേജിന്റെ സൈസിനേക്കാളും കുറവാണ്. അപ്പൊ എഴുതിക്കോ അവിടെ, മാഗ്നിഫിക്കേഷൻ <1 ആണെങ്കിൽ അതിന്റെ മീനിങ് ഒബ്ജക്റ്റ് സൈസ് വി ഇങ്ങനെ എഴുതിയാൽ മതിയല്ലോ അല്ലെ. വി u. ഒബ്ജക്റ്റിന്റെ സൈസ്, സോറി ഹൈറ്റ് അല്ല നമ്മൾ പറയാം, ഹൈറ്റ്. ഏത് പറഞ്ഞാലും കുഴപ്പമില്ല, തിരിഞ്ഞു വരും അല്ലെ, മറ്റേത് വരുമ്പോ തിരിഞ്ഞു വരും. ഇത് എഴുതിയാൽ മതി, ഹൈറ്റ് എഴുതിയാൽ മതി. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ഇമേജിന്റെ ഹൈറ്റിനേക്കാളും ചെറുതാണ്. സോറി, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ഇമേജിന്റെ ഹൈറ്റിനേക്കാളും വലുതാണ്, അല്ലെങ്കിൽ ഇമേജിന്റെ ഹൈറ്റ് ഒബ്ജക്റ്റിന്റെ ഹൈറ്റിനേക്കാളും ചെറുതാണ്. അതായത് ഇമേജ് ചെറുതാണ്, ചെറിയ ഇമേജാ കിട്ടുക. ഓക്കെ, ചെറിയ ഇമേജ് ആയിരിക്കും കിട്ടുക. ഇനി മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1 ആണെങ്കിൽ അതിന്റെ മീനിങ് എന്തായിരിക്കും പിള്ളേരെ? നിങ്ങൾ നോക്കിയേ, എവിടെയാ 1 കിട്ടുന്നത് നോക്കിയേ. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ എവിടെയാ 1 കിട്ടുന്നത് നോക്കി. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1. വീണ്ടും ഫാത്തിമ, നമുക്ക് വേറൊരാൾക്ക് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊന്നും ചെയ്യില്ല. നമുക്ക് യഹിയാലിയോട് ചോദിച്ചു നോക്കാം, യഹിയൊക്കെ പണിയെടുക്കട്ടെ. യഹിയ പറഞ്ഞോ,
മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1 കണ്ട ഈ എന്ത് മനസ്സിലാക്കും? ഏത് കേസിലാണ് 1 വരുന്നത്? കുറവോ? എവിടെ 1 കിട്ടിയിരിക്കുന്ന കേസ് ഒന്ന് നോക്കിയാ ഈക്വൽ ആണ്. കണ്ട, ഇതാണ് 1 കിട്ടിയ കേസ്. കണ്ട, രണ്ട് സൈസും ഈക്വൽ ആയിരിക്കും. കണ്ട, ഒബ്ജക്ട് സൈസ് ഇമേജ് സൈസ് ഈക്വൽ. എന്നാലും മുകളിലും താഴെ ഒരേ വാല്യൂ വരുള്ളൂ. അങ്ങനെ വരുമ്പോഴേ അവിടെ മാഗ്നിഫിക്കേഷൻ 1 കിട്ടുള്ളൂ. അപ്പൊ മാഗ്നിഫിക്കേഷൻ 1 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഹൈറ്റ് ഓഫ് ദി ഇമേജും ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റും ഈക്വൽ ആണ്. ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്ട്. ഇനിയുണ്ട് മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 2ലും കൂടുതലാണെങ്കിൽ, മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 2ലും 1ലും കൂടുതലാണെങ്കിൽ, 1ലും കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവും ജീലാനി? മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1ലും കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഇവിടെ ഈ രണ്ട് കേസ് നോക്ക്. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1ലും കൂടുതലാണെങ്കിൽ അത് തന്നെ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഈസ് ഗ്രേറ്റർ ദാൻ ഹൈറ്റ് ഓഫ് ദി ഒബ്ജെക്ട്. കണ്ട, എത്ര കാര്യങ്ങളാണ്. ഓക്കെ, ഇതാണ് മാഗ്നിഫിക്കേഷൻ. അപ്പൊ മാഗ്നിഫിക്കേഷൻ കാണുമ്പോൾ വെറുതെ ഒരു വാല്യൂ അല്ല കേട്ടോ, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കട്ടോ. കഴിഞ്ഞല്ലേ? ഇതൊരു ബോക്സിലാക്കി വെച്ചേക്കട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഇതൊരു ബോക്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോട്ടെ പിള്ളേരെ, ഞാൻ നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആരോടാ ചോദിക്കുക? ഫസ്റ്റ് തന്നെ നമുക്ക് മുഹമ്മദ് അയാൻ. മാഗ്നിഫിക്കേഷൻ +2 കിട്ടിയ അതിന്റെ മീനിങ് എന്താ? മുഹമ്മദ് അയാൻ എന്തൊക്കെ മനസ്സിലാവും മാഗ്നിഫിക്കേഷൻ +2 ആണെങ്കിൽ? വിർച്വൽ ഇമേജ് ആണ്. പിന്നെ സൈസ് എങ്ങനെയാ? ഇമേജിന്റെ സൈസ് എങ്ങനെയാ? വലുതാണോ ചെറുതാണോ? വലുതാണ്. കിട്ടിയിട്ടില്ല. നിങ്ങൾ എല്ലാവരും ആ ഫിഗർ എടുത്തിട്ട് ഫസ്റ്റ് നോക്കി. നിങ്ങൾ ആദ്യം വരച്ച് നോക്കി. ആദ്യം വരച്ചതിൽ മാഗ്നിഫിക്കേഷൻ എത്ര കിട്ടിയേക്കണേ? അരീന, ആദ്യം വരച്ചതിൽ മാഗ്നിഫിക്കേഷൻ എത്ര കിട്ടിയേക്കണേ? +2. അതിന്റെ മീനിങ് എന്താണെന്നറിയോ? ഒബ്ജക്റ്റിന്റെ ഹൈറ്റിന്റെ 2 ടൈംസ് ആണ് ഇമേജ്. ഓക്കെ ആണോ? അതല്ലേ നോക്കിയേ, ഇത് 2 ആർന്നപ്പോ ഇത് 4 ആയി. കണ്ടോ? ഇവിടെ നോക്കട്ടാ, ഇവിടെ നോക്ക, എല്ലാരും ഇവിടെ ശ്രദ്ധിക്കട്ടോ. ഇത് ലാഘവത്തോടെ വിട്ട് കളയരുത്, കാരണം പ്രോബ്ലത്തിൽ വരും. ഇവിടെ നോക്കിക്കോട്ടോ, ഇവിടെ നോക്കിക്കോ. കാരണം മാഗ്നിഫിക്കേഷൻ 2 കിട്ടിയപ്പോ അതിന്റെ മീനിങ് എന്താ? ഇത് 2 ആണെങ്കിൽ ഇത് 4 ആയിരിക്കും. ഓക്കെ, അപ്പൊ സാറ ഇത് 3 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? സാറ ഇത് 3 ആണെങ്കിൽ മറ്റേ എത്ര ആയിരിക്കും? അപ്പൊ മാഗ്നിഫിക്കേഷൻ 2 ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ 2 ആണ്. ഇത് 2 സെന്റിമീറ്റർ ആയപ്പോ ഇത് 4 സെന്റിമീറ്റർ. അങ്ങനെയാണ് ഇത് 3 ആവുമ്പോ എത്രയാവും? ആർക്ക് പറയാം? ഓക്കെ. പറഞ്ഞോ, ഒരാൾ പറഞ്ഞോ. വിമാനവാസി എത്ര വരും? 6. റൈറ്റ് 6. അപ്പൊ മാഗ്നിഫിക്കേഷൻ 2 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതിന്റെ 2 ടൈംസ് ആണ്. മാഗ്നിഫിക്കേഷൻ 3 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇത് × 3 ടൈംസ് എന്ന് പറഞ്ഞാൽ അറിയില്ലാത്തവർ മനസ്സിലാക്കാനാണ് × 3 എന്നാ ഉദ്ദേശിക്കുന്നത് കേട്ടോ. 4 ടൈംസ് എന്ന് പറഞ്ഞാൽ × 4. ഓക്കെ, ഇനി ഇത് നോക്കിയേ, ഇതിന്റെ മാഗ്നിഫിക്കേഷൻ ഹാഫ് ആണ്. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ആർക്ക് പറയാം? അറിയില്ലാത്തവരോട് എഴുതി വെച്ചോട്ടെ. ഇവിടെ ഇമേജ് ഈസ് ട്വൈസ് ദ സൈസ് ഓഫ് ദി ഹൈറ്റ് ഓഫ് ദി ഇമേജ്. സൈസ് ഓഫ് ദി ഇമേജ് ഈസ് ട്വൈസ് ദ സൈസ് ഓഫ് ദി ഒബ്ജക്ട്. അതാ അതിന്റെ മീനിങ് കേട്ടോ. മാഗ്നിഫിക്കേഷൻ +2 കിട്ടിയ അതിന്റെ അർത്ഥം ഇതാണ്. സൈസ് ഓഫ് ദ ഇമേജ് സൈസ് ഓഫ് ഒബ്ജക്റ്റിന്റെ ട്വൈസ് ആണെന്ന്. ഇമേജ് സൈസ് ഈസ് 2 ടൈംസ് ദ ഒബ്ജക്ട് സൈസ്. അതാ അതിന്റെ മീനിങ്. ഇമേജ് സൈസ് ഈസ് 2 ടൈംസ് ദ ഒബ്ജക്ട് സൈസ്. ഇനി മാഗ്നിഫിക്കേഷൻ +1/2 മീനിങ് ആർക്ക് പറയാം? മാഗ്നിഫിക്കേഷൻ +1/2. പറഞ്ഞോ മുഹമ്മദ് അമീൻ പറഞ്ഞോ. അതിന്റെ പാതിയായിരിക്കും. എന്ത് പാതിയായിരിക്കും? അത് അറിയണോ കേട്ടോ, അല്ലെങ്കിൽ തിരിഞ്ഞു പോകും. എന്തായിരിക്കും? എന്തിന്റെ പാതിയായിരിക്കും? എപ്പോഴും ഇമേജിന്റെ ആണ്. ഇമേജ് ഒബ്ജക്റ്റിന്റെ സൈസിന്റെ പകുതി ആയിരിക്കും കേട്ടോ. വേണ്ടവർക്ക് എഴുതി വെക്കുക. ഇമേജ് സൈസ് ഈസ് ഹാഫ് ദാറ്റ് ഓഫ് ഒബ്ജക്ട്. മാഗ്നിഫിക്കേഷൻ 1/2 കിട്ടിയ അതിന്റെ മീനിങ് അതാ. ഇമേജ് സൈസ് ഒബ്ജക്റ്റ് സൈസിന്റെ ഹാഫ് ആണ്. ഓക്കെ, ഇമേജ് സൈസ് ഈസ് ഹാഫ് ദി സൈസ് ഓഫ് ഒബ്ജക്ട്.
ഇമേജ് സൈസ് ഈസ് ഹാഫ് ദാറ്റ് ഓഫ് ഒബ്ജക്റ്റ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അടുത്ത് നെക്സ്റ്റ് വൺ അടുത്ത് പറയാട്ടോ. എപ്പോഴും പറയുന്നവർ പറയാണ്ട് ബാക്കിയുള്ളവരും കൂടെ പറയാം കേട്ടോ. ഇതിനി ആർക്ക് പറയാം? ഇവിടെ മാഗ്നിഫിക്കേഷൻ 2 ആണ്. സെയിം മീനിങ് തന്നെയല്ലേ? സെയിം മീനിങ് തന്നെയാണ് അല്ലെ? സെയിം മീനിങ് ആ. ഇമേജിന്റെ സൈസിന്റെ ട്വൈസ് ആണ്. പിന്നെ അതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ, മറ്റത് മറ്റതിൽ പോസിറ്റീവ് ആയിരുന്നു, അതുകൊണ്ട് ഇത് വിർച്വൽ ആണ്. ഇതിൽ ഇത് നെഗറ്റീവ് ആണ്, അതുകൊണ്ട് ഇത് റിയൽ ആണ്. ആ ഒരു വ്യത്യാസമുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഇനി പറയണ്ടല്ലോ. ഇത് 2 ആണ്. അടുത്തത് സെയിം തന്നെ. ഇതിന്റെ ഹാഫ് ആണ് ഇതെന്നാണ് അതിന്റെ മീനിങ് കേട്ടോ. ഇമേജ് റെഡ് ആണ്, ഇത് കണ്ടോ? ഈ ഇമേജ് ഇതിന്റെ ഹാഫ് ആണെന്നാണ് മീനിങ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? മാഗ്നിഫിക്കേഷൻ 1/2 കിട്ടിയ ഒബ്ജക്റ്റിന്റെ പകുതിയാണ് ഇമേജ്, കണ്ടോ? ഇനി മാഗ്നിഫിക്കേഷൻ 1 കിട്ടിയ അതിന്റെ അർത്ഥം എന്താ? 2 ഈക്വൽ ആണ്. മാഗ്നിഫിക്കേഷൻ 1 കിട്ടിയ ഈക്വൽ ആണ്. ഈ നെഗറ്റീവും പോസിറ്റീവും ഡിനോട്ട് ചെയ്യുന്നത് അത് വിർച്വൽ ആണോ ഇറക്റ്റ് ആണോ എന്നുള്ളതാണ്. അപ്പൊ സൈസും കിട്ടി, വിർച്വൽ ആണോ ഇറക്റ്റ് ആണോ എന്നും കിട്ടി, ഇമേജിന്റെ പ്രോപ്പർട്ടി കിട്ടിയില്ലേ? അപ്പൊ ഒരൊറ്റ നമ്പറിൽ നിന്ന് നമുക്ക് ഇമേജിന്റെ പ്രോപ്പർട്ടി കിട്ടിയില്ലേ? മാഗ്നിഫിക്കേഷൻ ഗീവ്സ് എവറിത്തിങ്. കണ്ടോ? നമുക്ക് എല്ലാ മാഗ്നിഫിക്കേഷൻ തരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ്. ഇനി പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഇനി വേറൊരു കാര്യം. ഈ ഫ്രാക്ഷൻ അറിയില്ലാത്തവർ ഒന്ന് പറയാവോ? സഹോദരന്മാർ, ഇതിനകത്ത് ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ 1/-7 + 1/-5 ചെയ്യാൻ അറിയില്ല. ഒന്ന് കൈപൊക്കിക്ക്. നുണ പറയരുത് കേട്ടോ, ആരും നുണ. നമ്മൾ ആരെയാ പറ്റിക്കുന്നത്? നിങ്ങളെ തന്നെയാ പറ്റിക്കുന്നത് കേട്ടോ. ഒന്ന് കൈപൊക്കി, ഒന്ന് കാണട്ടെ, ഒന്ന് കാണട്ടെ. കൈപൊക്കിക്കോ. അറിയില്ലെങ്കിൽ അവിടെ കൈപൊക്കണം. കണ്ടോ? നോക്കി എത്ര പേരാന്ന്. ചോദിക്കില്ല, ആരും നിങ്ങളോട് ചോദിക്കാൻ പറ്റില്ല കേട്ടോ. +1 ഒരു സാർ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഫ്രാക്ഷൻ ഇപ്പോഴേ ചോദിക്കുള്ളൂ. ലാസ്റ്റ് ആയിട്ടൊരു സാർ ചോദിക്കുന്നതാണ്, അതുകൊണ്ട് പറഞ്ഞോ. നോക്കി, ഒരു 70% കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഇതിപ്പോ ആരും ഇല്ലേ? ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ അത് പഠിക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പോവാം. ആദ്യം തന്നെ 2-3 കാര്യങ്ങൾ, കുറച്ച് മാത്സ് ആണ്, അതൊന്നും കേട്ടോ. ഒരു പോസിറ്റീവ് നമ്പറും ആഡ് ചെയ്യുമ്പോൾ 2 പോസിറ്റീവ് അടുത്തടുത്ത് കിടക്കുവാണെങ്കിൽ, 2 പോസിറ്റീവ് അടുത്തടുത്ത്, ഫോർ എക്സാമ്പിൾ 5 + 2, ഇത് 2 പോസിറ്റീവ് ആണ് അല്ലെ? 2 പോസിറ്റീവ് നമ്പർ അടുത്തടുത്ത് കിടന്ന് നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ ആഡ് ചെയ്യോ സബ്സ്ട്രാക്ട് ചെയ്യോ? ആമിന, ആഡ് ചെയ്യോ സബ്സ്ട്രാക്ട് ചെയ്യോ? പറഞ്ഞോ, പെട്ടെന്ന് പറ. ആഡ് ചെയ്യും. 5 + 2 7 ആഡ് ചെയ്യും. അപ്പൊ 2 പോസിറ്റീവ് നമ്പർ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ ആണല്ലോ? ഇനി 2 നെഗറ്റീവ് നമ്പർ അടുത്തടുത്ത് കിടന്നാലോ? 2 നെഗറ്റീവ് നമ്പർ അടുത്തടുത്ത് വരുവാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ -5 -2 എന്ത് ചെയ്യും നിങ്ങള്? എന്ത് ചെയ്യാൻ അശ്വര? അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? ആഡ് ആണ് ചെയ്യേണ്ടത്. കണ്ടോ? ഒരേ സൈൻ അടുത്തടുത്ത് വന്നാൽ നിങ്ങൾ അവിടെ ആഡ് ചെയ്തോളണം. പക്ഷെ സൈൻ നമ്മൾ എപ്പോഴും ഇട്ട് കൊടുക്കേണ്ട ഏത് നമ്പറിന്റെ ആയിരിക്കും എന്നറിയോ? അതിൽ ഏറ്റവും വലിയ നമ്പർ. ഏതാ? ഹയർ നമ്പർ ഏതാ? അതിന്റെ സൈൻ ആണ് നിങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ഹയർ നമ്പർ ഏതാ? ഏതിട്ട് കൊടുത്താലും ഇതിനകത്ത് കുഴപ്പമില്ല, കാരണം കോമൺ സൈൻ ആണ്. ഇതിൽ 5 ആണ്, അങ്ങനെ ആലോചിച്ചാലും കുഴപ്പമില്ല. ഇതിൽ 5 ആണ് പ്ലസ്, കാരണം ഇതിൽ ഹയർ നമ്പർ -5 ആണ്. അപ്പൊ ആഡ്. ഇനി ശ്രദ്ധിച്ചോട്ടെ. ഇനി മൂന്നാമത്തെ കാര്യം, 2 വേറെ സൈൻ ഉള്ള 2 നമ്പർ വന്ന 5 - 2 നിങ്ങൾ എന്താ അവിടെ ചെയ്യണ്ടേ? ഡിഫറന്റ് സൈൻ വന്ന നിങ്ങൾ അവിടെ എന്ത് ചെയ്യും നിഷാന? ഡിഫറന്റ് സൈൻ ആണെങ്കിൽ ഡിഫറന്റ് സൈൻ ആണെങ്കിൽ എന്താ ചെയ്യാ? ഡിഫറന്റ് സൈൻ ആണെങ്കിൽ 5 - 2 ആണോ? 5 - 2 ഡിഫറന്റ് സൈൻ ആണെങ്കിൽ അഡീഷൻ ആണോ സബ്സ്ട്രാക്ഷൻ ആണോ എന്ന് പറഞ്ഞാൽ മതി. സബ്സ്ട്രാക്ഷൻ. അപ്പൊ തിരിഞ്ഞു വന്നാലും നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ഡിഫറന്റ് സൈൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 2 - 5 എന്ന് കണ്ടാലും നിങ്ങൾ ഡിഫറന്റ് സൈൻ ആണോ അവിടെ നിങ്ങൾ സബ്സ്ട്രാക്ട് ചെയ്തോ. പിന്നെ പറഞ്ഞ കാര്യം മറക്കരുത്, എപ്പോഴും ഇട്ട് കൊടുക്കേണ്ടത് വലിയ നമ്പറിന്റെ സൈൻ ആയിരിക്കും. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ? ഇനി അഡീഷൻ സബ്സ്ട്രാക്ഷൻ മാറിപ്പോകുമല്ലോ. എല്ലാം ഇതിനകത്തുണ്ട്. അഡീഷൻ സബ്സ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഒന്നുകൂടി പറഞ്ഞു തരാം, നിങ്ങളൊന്ന് നോട്ട് ചെയ്യണ്ടെങ്കിൽ നോട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത്രേ ഉള്ളൂ. സെയിം സൈൻ ആണെങ്കിൽ ആഡ് ചെയ്യുക. ഓക്കെ, ഡിഫറെന്റ് സൈൻ ആണെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുക. സൈഡിൽ എവിടെയെങ്കിലും എഴുതി വെക്കേണ്ടവർക്ക് എഴുതി വെക്കാം. ഡിഫറെന്റ് സൈൻ ആണെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, ഡിഫറെന്റ് സൈൻ ആണ് സബ്സ്ട്രാക്ട്. ഇനി നമ്മൾ അതിന്റെ സൈൻ ഇട്ട് കൊടുക്കുന്ന ആൻസറിന്റെ സൈൻ ഇട്ട് കൊടുക്കേണ്ടത്, ആൻസർ സൈൻ എപ്പോഴും നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അതിലെ ഹയർ നമ്പർ ഏതാണോ അതിന്റെ സൈൻ ആയിരിക്കണം കേട്ടോ. സൈൻ ഓഫ് ഹയർ നമ്പർ. നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ എങ്ങനെയാന്ന് വെച്ചാൽ മനസ്സിലാവുന്ന അങ്ങനെ എഴുതി വെച്ചോ കേട്ടോ.
സൈൻ ഓഫ് ഹയർ മാഗ്നിറ്റ്യൂഡെന്നോ ഹയർ വാല്യൂന്നോ ഒക്കെ എഴുതാം കേട്ടോ. ഇത്രേ ഉള്ളൂ, 3 റൂളുള്ളൂ അഡീഷൻസ്. ഇനി എവിടെ കണ്ടാലും ഇതാണ്. അടുത്തടുത്ത് 2 പ്ലസ് കണ്ടോ ആഡ് ചെയ്തോ, അടുത്തടുത്ത് ഒരു പ്ലസും മൈനസും കണ്ടാൽ സബ്സ്ട്രാക്ട് ചെയ്യണം. അത് ഇപ്പറയാണെങ്കിലും അപ്പറയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. ഓക്കെ ആണോ? ഇനി മറക്കൂല്ലോ. ഇനി പ്രൊഡക്റ്റും ഡിവിഷനും കേട്ടാ. ഈ 3 റൂള് മറക്കരുത്. ഇനി പ്രൊഡക്റ്റിലും ഡിവിഷനിലും വരുന്നത് ശ്രദ്ധിച്ചോട്ടോ. പ്രൊഡക്റ്റ് ആൻഡ് ഡിവിഷൻ കാണുമ്പോ ഓക്കെ, പ്രൊഡക്റ്റും ഡിവിഷനും. ഓക്കെ, പ്രൊഡക്റ്റും ഡിവിഷനും ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഓൾറെഡി അറിയാം. അപ്പൊ 5x3 കണ്ടു കഴിഞ്ഞാൽ അവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലാണ്ട് വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. അത് മൈനസ് ആണെങ്കിലും പ്ലസ് ആണെങ്കിലും ഒക്കെ. അപ്പൊ ഇവിടെ പ്രശ്നം വരുന്നത് സൈനാണ്. ഇവിടെ പ്രശ്നം വരുന്നത് സൈന. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചോട്ടോ. പോസിറ്റീവും നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഡിവൈഡ് ചെയ്താൽ സെയിം ആട്ടോ. അതുകൊണ്ട് സെപ്പറേറ്റ് പറയുന്നില്ല. പോസിറ്റീവും മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ എന്തായിരിക്കും? ആർക്ക് പറയാം? പറഞ്ഞോ ആച്ചു പറഞ്ഞോ. പോസിറ്റീവ്. ഇനി നെഗറ്റീവ് ആണെങ്കിലോ ആൻസർ ആർക്ക് പറയാം? ഷബാന പറഞ്ഞോ. നെഗറ്റീവ് ആണെങ്കിലോ? എന്താ ആൻസറിൽ എന്തായിരിക്കും? -5 × -5 നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ആണ് കേട്ടോ. മൾട്ടിപ്ലിക്കേഷനില് പോസിറ്റീവ് ആണ്. ഓക്കെ, ഇനി അടുത്ത പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ മൾട്ടിപ്ലിക്കേഷനിൽ ആൻസർ ഏത് വരുള്ളൂ? നെഗറ്റീവ് വരുള്ളൂ. ബാക്കി 2 കേസിലും പോസിറ്റീവ് ആണ്. ഇത് ഓർത്തിരിക്കുക. ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു തരട്ടെ. ഞാൻ ആ മാത്സ് അധ്യാപകന്മാരോട് ഒക്കെ ക്ഷമ ചോദിച്ചിട്ടാട്ടോ ഈ ഷോർട്ട് കട്ട് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കോ. ഇത് പ്ലസ്. ഇത് 2 ആൺകുട്ടികളാണ്. 2 ആൺകുട്ടികൾ നടന്നു പോകുമ്പോൾ ആൾക്കാർ വേറെ ഒന്നും പറയില്ല, പോസിറ്റീവ് പറയും അല്ലെ. 2 പെൺകുട്ടികൾ നടന്നു പോകണ കണ്ടാല് ആൾക്കാർ പോസിറ്റീവ് പറയും. ആൺകുട്ടിയും പെൺകുട്ടിയും നടന്നു പോകുന്ന കാണുമ്പോഴാണ് ആൾക്കാർ ഇങ്ങനെ ഓരോ നെഗറ്റീവ് മോശങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത്. ശരിയല്ലേ? ഓക്കെ, ചുമ്മാ പൊട്ടത്തരാണ്. നിങ്ങൾ വേണമെങ്കിൽ ഓർത്തിരിക്കണേ, വേണ്ടവർ എടുക്കുക, അല്ലാത്തവർ കട്ട് തരിക കേട്ടോ. ഓക്കെ, കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇനി അതും കൂടെ പറഞ്ഞാൽ നമുക്ക് നേരെ ന്യൂമറിക്കലാണ്. അത് നമ്മൾ ചെയ്ത് പറയുന്നതായിരിക്കും നല്ലത് കേട്ടോ. അതിങ്ങനെ പറയണേലും നല്ല. വെറുതെ നമ്മള് ഈ പ്രോബ്ലത്തിൽ എന്തായാലും നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ആദ്യം അത് എഴുതിക്കോ കേട്ടോ. ആദ്യം ക്വസ്റ്റ്യൻ എഴുതിക്കോ. When an object is placed in front of a concave mirror, ഇവിടെയുള്ള കട്ടായിപ്പോ, at a distance കേട്ടോ, at a distance 30 centimeter, an image is obtained on screen at a distance 20 centimeter. Find the focal length. കണ്ടോ, അവര് സൈനിന്റെ കാര്യം ഒന്നും വേണ്ടിയിട്ടില്ല കള്ളന്മാര് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പക്ഷെ നമ്മൾ വേണം സൈനൊക്കെ നോക്കി ഇട്ട് കൊടുക്കാൻ. നമ്മൾ സൈനൊക്കെ നോക്കി അതിനകത്ത് ഇട്ട് കൊടുക്കണം. ഓക്കെ, കഴിഞ്ഞോ? ഓക്കെ, അപ്പോ പ്രോബ്ലം ഞാൻ പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഓൾറെഡി സാർ അതിന്റെ പാറ്റേണും പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലെ. ആക്ടിവിറ്റി ചെയ്യുമ്പോൾ തന്നെയാണ് പ്രോബ്ലങ്ങൾ ചെയ്യുന്നതും കേട്ടോ. ആക്ടിവിറ്റി പോലെ തന്നെയാണ് പ്രോബ്ലങ്ങൾ ചെയ്യുമ്പോഴും സ്റ്റെപ്പ് ആയിട്ട് ചെയ്തു പോയി കറക്റ്റ് ചെയ്തിട്ടാണ് ഇതിന്റെ റിസൾട്ട് എത്തുന്നത് കേട്ടോ. ഓക്കെ, അല്ലാണ്ട് ആദ്യം തന്നെ എങ്ങനെയെങ്കിലും ഇതിന്റെ ഉത്തരം എന്നല്ല, ഓരോ സ്റ്റെപ്പും കറക്റ്റ് ചെയ്ത് ഫൈനൽ ആൻസറിലേക്ക് എത്തുക. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? അഫ്നാനെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ക്വസ്റ്റ്യൻ വായിക്കണം. പിന്നെ സൈൻ ഇട്ട് കൊടുക്കണം. സൈന് വാല്യൂ എടുത്തെഴുതണം കേട്ടോ. അതിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് എപ്പോഴും ഇങ്ങനെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ നോക്കിയിരിക്കുക. ഒരു 2-3 വട്ടം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൽ തന്നിരിക്കുന്ന വാല്യൂ നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങളുടെ ഇപ്പൊ സിമ്പിൾ ആയിട്ടാണ് നിങ്ങൾ പഠിക്കുക, ആ സിമ്പിൾ ആയിട്ട് താഴെ എഴുതുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യം തന്നെ ഞാൻ വായിക്കുവാണ്. ക്വസ്റ്റ്യൻ സമാധാനത്തോടെ വായിക്കുക. അനീറ്റ് ഒന്ന് വായിച്ചേ. വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ്. വായിച്ചോ. അനീറ്റ കട്ടായി പോയോ? കുഴപ്പമില്ല. അൽസാബിത്ത് വായിച്ചോ. അൽഹ എന്താ കൈപൊക്കിയിരിക്കുന്നത്? obtained on a screen at a distance of 20 centimeter from the mirror. At a distance of 20 centimeter. അതെന്താണ് അനീറ്റ? ഈ 20 സെന്റിമീറ്റർ എന്താ സാധനം? അല്ല 20 അല്ല 30 അല്ലേ? 30
30 സെന്റിമീറ്റർ ആദ്യ. അത് കഴിഞ്ഞോ? ഞാൻ നെറ്റ് കേട്ടതുകൊണ്ട് ബാക്കി ഞാൻ കേട്ടില്ല. ഓക്കെ. എന്നാ ഫസ്റ്റത്തെ 30 സെന്റിമീറ്റർ എന്താ സാധനം, എന്താ ഒന്ന് പറയാമോ? ഒബ്ജക്ട് ഡിസ്റ്റൻസ് u ഈക്വൽ ടു 30 സെന്റിമീറ്റർ. അല്ല, u30 അല്ല. സൈൻ എവിടെ? സൈൻ നോക്കണം കേട്ടോ, എപ്പോഴും സൈൻ നോക്കണം, തെറ്റിപ്പോ. അല്ലെങ്കിൽ സൈൻ എത്രയായിരിക്കും? യുടെ സൈൻ എന്താ? ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് എപ്പോഴും നമ്മൾ എവിടെയാ വെക്കുക? അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തോ, ഒരു മിറർ അവിടെ വരച്ചു നോക്കിക്കോ കേട്ടോ. ഒരു മിറർ അവിടെ വരച്ചു നോക്കിക്കോ. അതെ, ഫോർ എക്സാമ്പിൾ ഇതാ ഒരു മിറർ. കോൺകേവ് അല്ലേ? കോൺകേവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വേണ്ട, മിറർ വരച്ചാൽ നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും. കണ്ട, ഒരു മിറർ വരച്ചു. പറഞ്ഞോ. ആരാണ് ചോദിക്കുന്നത്? ഓക്കെ, പറഞ്ഞോ. ഗുഡ് മോർണിംഗ്. ഒരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാനാണ്. നിങ്ങൾ ഫീഡ്ബാക്ക് ഫോം ഫില്ല് ചെയ്യാൻ കാര്യം പറയാനാണ്. നിങ്ങൾ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഫീഡ്ബാക്ക് ഫില്ല് ചെയ്യണം. അത് കമന്റ് ചെയ്തിട്ട് അത് ലീവ് ചെയ്യാവുള്ളൂ. ഓക്കെ, ഫീഡ്ബാക്ക് ഫില്ല് ചെയ്തിട്ട് കമന്റ് ചെയ്യണം. ഓക്കെ, ലെഫ്റ്റ് ആയിട്ടല്ല, ക്ലാസ് ഇരുന്നുകൊണ്ട് തന്നെ ഫില്ല് ചെയ്യണം. ഓക്കെ, ഡൗട്ടൊന്നുമില്ലല്ലോ? ഓക്കെ, താങ്ക് യു. ഇവിടെ ശ്രദ്ധിച്ചോ. ഒബ്ജക്ട് എപ്പോഴും നമ്മൾ ഇവിടെ വയ്ക്കുള്ളൂ. ഇവിടെ അല്ലാണ്ട് ഒബ്ജക്ട് വയ്ക്കുന്നില്ല. ഒബ്ജക്ട് അപ്പുറത്തെ സൈഡിൽ നമ്മൾ കൊണ്ടുപോയി വയ്ക്കുന്നില്ല. അപ്പൊ ഒബ്ജക്ട് ഡിസ്റ്റൻസ് നെഗറ്റീവ് ഇടണം. അപ്പൊ പറഞ്ഞ ആളാരാണ്? അനീറ്റയ്ക്ക് മനസ്സിലായോ? അപ്പൊ അതാണ് നമ്മൾ സൈൻ നോക്കണം, എപ്പോഴും സൈൻ നോക്കണം. സൈൻ എവിടെ? സൈൻ നോക്കി വേണം ചെയ്യാനായിട്ട്. അപ്പൊ സൈൻ എത്രയാ? -30 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ ഇവിടുന്ന് 30 സെന്റിമീറ്റർ മാറിയിട്ടാണ് ഒബ്ജക്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, 30 സെന്റിമീറ്റർ. ഓക്കെ, ഇനി അടുത്ത പിന്നെന്താ നിഷാന ജമാൽ പറഞ്ഞിരിക്കുന്നത്? പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? Image is obtained on a screen at a distance of 20 centimeter. ഇത് എന്ത് ഇമേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? റിയൽ ആണോ വിർച്വൽ ആണോ? പറഞ്ഞിട്ടുണ്ട്. അതാണ് ക്വസ്റ്റ്യൻ വായിക്കണം. ക്വസ്റ്റ്യനിൽ നിങ്ങൾ പറഞ്ഞില്ല, നിങ്ങൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് വേണ്ടത് മാത്രം 30 മാത്രം എടുക്കരുത്. അതിനകത്ത് പല കാര്യങ്ങളും ഉണ്ട്. നോക്കൂ, ശരിക്കും ആ സെന്റൻസ് വായിച്ചു നോക്ക്. എവിടെയോ അത് റിയൽ ഇമേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയാ അത്? ഓക്കെ, പറഞ്ഞോ. സാർ പറയട്ടെ, സ്ക്രീനിൽ ഫോട്ടോ ചെയ്യണത് സ്ക്രീനിൽ കിട്ടുന്നത് റിയൽ ഇമേജ് ആണ്. സ്ക്രീനിൽ കിട്ടുന്നത് അപ്പൊ അവിടെ ആ സ്ക്രീനിൽ ഒരു അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ എഴുതി വെച്ച് റിയൽ ഇമേജ് എന്ന് കണ്ട. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ക്വസ്റ്റ്യൻ വായിച്ചില്ലെങ്കിൽ പണി കിട്ടണ ഇങ്ങനെയാ. കണ്ടോ? അപ്പൊ റിയൽ ഇമേജ്. അപ്പൊ അല്ലാത്തവനെ അറിയില്ല അത് പോസിറ്റീവ് എടുക്കണോ നെഗറ്റീവ് എടുക്കണോ. ആ 20 വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടാ. ഏതോ ജന്തുടയിൽ തേങ്ങ കിട്ടിയോളെ എന്ന് പറയുന്ന പോലെ കേട്ടോ. ഓക്കെ, അപ്പൊ അവിടെ എന്ത് വരും? അപ്പൊ നമുക്ക് സ്ക്രീനിലായതുകൊണ്ട് റിയൽ ഇമേജ് ആണ്. ഡിസ്റ്റൻസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കോ നെഗറ്റീവ് ആയിരിക്കോ? റിയൽ ഇമേജിന്റെ ഡിസ്റ്റൻസ് സ്ക്രീൻ ആണ്, ഫ്രണ്ട് ആണല്ലോ, ഫ്രണ്ടിലെ വയ്ക്കുള്ളൂ. ഡിസ്റ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ആർക്ക് പറയാം? വോയിസ് ഓൺ ആക്കി പറഞ്ഞോ. തീർച്ചയായിട്ടും നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇമേജ് കിട്ടുന്ന എവിടെയായിരിക്കും? കണ്ടോ? ഇമേജ് കിട്ടുന്ന എവിടെയായിരിക്കും? എപ്പോഴും മുന്നിലുള്ളത് ചെറുതായിരിക്കും കേട്ടോ. അത് ഒബ്ജക്റ്റ് ആണെങ്കിലും ഇമേജ് ആണെങ്കിലും ഏതാണോ മുന്നിൽ വരയ്ക്കുന്നത് അതായിരിക്കും ചെറുത്. നമ്മൾ ആക്ടിവിറ്റി ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യമായിരിക്കാം. കാരണം നമ്മൾ മുന്നിലായിട്ട് വരുമ്പോൾ അത് ചെറുതായിട്ട്, അതിപ്പോ ഒബ്ജക്റ്റാ മുന്നിലിരിക്കുന്നെങ്കിൽ അവിടെ ഒബ്ജക്റ്റ് ആയിരിക്കും ചെറുത്. ഇമേജ് മുന്നിലാണെങ്കിൽ ഇമേജ് ചെറുതായിരിക്കും. ജനറൽ ഐഡിയ ആണ്, വേണമെങ്കിൽ ഒന്ന് ഓർത്തിരുന്നാൽ നല്ലതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് എത്രയായിരിക്കും? 20 സെന്റിമീറ്റർ. ഇവിടെ നിങ്ങളുടെ 20. ഓക്കെ, ഇനി ഈ 20 പ്രശ്നമാണ്. 20 പോസിറ്റീവ് ഇടണോ നെഗറ്റീവ് ഇടണോ എന്ന് പറയണം. പോസിറ്റീവ് ഇടണോ നെഗറ്റീവ് ഇടണോ? 20 നെഗറ്റീവ്. കണ്ടോ? എപ്പോഴും സൈൻ നോക്കുക. നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എഫ് ആണ്. അത് ചോദിച്ചിട്ട് ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. തന്നിരിക്കുന്ന കാര്യങ്ങൾ സൈൻ കറക്റ്റ് ചെയ്തിട്ട് എടുത്തെഴുതുക. ഫിഗർ വരയ്ക്കുന്നെങ്കിൽ അതും കൂടെ വരച്ച ഉപകാരമാണ്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോട്ടോ. സെക്കൻഡ് സ്റ്റെപ്പാണ് നമുക്ക് ഇതിന്റെ ഇക്വേഷൻ മനസ്സിലാക്കുക എന്നുള്ളത്. ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആർക്ക് പറയാം? ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറഞ്ഞു. അലൈന പറഞ്ഞു. അങ്ങനെ പറയാം. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തിരിച്ച് ചെയ്തോ കേട്ടോ. 1/f =
1 by u plus 1 by v. 1 by u plus 1 by u. ഓക്കെ, ഇനി നിങ്ങൾ ആ വാല്യൂ അവിടെ എടുത്തെഴുതിക്കേ. 1 by v എന്ന് പറയുന്ന എത്ര? ഇമേജ് ഡിസ്റ്റൻസ് ആണ്. ഇമേജ് എത്രയാണ്? -20. 1 by u എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്, -30. ഇനിയാണ് പറഞ്ഞോ. ഇമേജ് ഡിസ്റ്റൻസ് -30 അല്ലേ? ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് എന്നല്ലേ? നോക്കി ഒബ്ജക്റ്റ് ഇൻവെർട്ടഡ് ആയി നിൽക്കുന്നതല്ലേ ഇമേജ്? അതെ. അപ്പൊ 1 by v എന്ന് വെച്ചാൽ v ഡിസ്റ്റൻസ് ഓഫ് ദി ഇമേജ് അല്ലേ? അതെ. അപ്പൊ -30 അല്ലേ വരാ? 30 എവിടെയാ? 30 ഫസ്റ്റ് അല്ലേ കൊടുത്തിരിക്കുക? ഫസ്റ്റത്തെ അല്ലേ? ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിറർ അറ്റ് എ ഡിസ്റ്റൻസ് 30 അല്ലേ? അത് ഒബ്ജക്റ്റ് അല്ലേ? ഓക്കെ, ക്ലിയർ ആണോ? ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷനില് സ്റ്റെപ്പ് എന്താണെന്നറിയോ? ഇവിടെ നോക്കിക്കോ, അറിയില്ലാത്തവർ ഇവിടെ ശ്രദ്ധിച്ചോ. ഈ ടേബിളിന്റെ ചില ടേബിളിന്റെ ഒക്കെ കാല് പോലെ ഒന്ന് അങ്ങോട്ട് ഇരിക്കും കേട്ടോ, ഒന്ന് ഇങ്ങോട്ട് വരും, ഒന്ന് ഇങ്ങോട്ട് വരും. ഇത്രേ ഉള്ളൂ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ കേട്ടോ. ഇങ്ങോട്ട് താഴെ. ഓക്കെ, ഇന്നൊന്ന് ഇങ്ങനെ ഒന്ന് വെട്ടിയിട്ടേ കേട്ടോ, എന്താ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഇനി ഞാൻ പറയാം. ഇനി ഒന്നുമില്ല, ഇനി പരിപാടി ഭയങ്കര എളുപ്പമല്ലേ. ഇനി നോക്കിക്കോ. ആദ്യം ഇതിലെ ഡിനോമിനേറ്റർ 1 അല്ല, ഇതിലെ 30 ആണ്. 1 into -30 പോസിറ്റീവ് നെഗറ്റീവ് ആണ്. മൾട്ടിപ്ലൈ ചെയ്ത് എന്താവും? നമ്മൾ പഠിച്ചു. പോസിറ്റീവ് നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. അപ്പൊ -30 എഴുതുക. എന്നിട്ട് ഈ നടുക്ക് കിടക്കുന്ന സൈൻ ഉണ്ടല്ലോ, അതൊന്ന് എടുത്ത് എഴുതുക. ഏത് സൈനാണ് നടുക്ക് കിടക്കുന്നത് അത് എഴുതുക. -30 പ്ലസ്. ഇനി അടുത്തത് സെക്കൻഡില് ഇതിന്റെ ഡിനോമിനേറ്ററും ഇതിന്റെ ന്യൂമറേറ്ററും. ആദ്യം ഇതിന്റെ ന്യൂമറേറ്ററും ഇതിന്റെ ഡിനോമിനേറ്ററും ആയിരുന്നു. ഇനി ഇതിന്റെ ന്യൂമറേറ്റർ ഇതിന്റെ സെയിം തന്നെ. 1 into -20. 1 into -20 എന്താ? -20. മൈനസ് നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ മൈനസ്. ഇനി താഴെ നോക്കിക്കോ. ഡിനോമിനേറ്റർ ടു ഡിനോമിനേറ്റർ ആ താഴെ കണ്ട. മുകളിൽ ന്യൂമറേറ്റർ ടു ഡിനോമിനേറ്ററുകളാ ചെയ്യേണ്ടത്. താഴെ ഡിനോമിനേറ്ററിന്റെ, അതായത് ആദ്യം ഇവിടെ നിങ്ങോട് നടുക്ക് ഈ സൈൻ ഇടുക. ഇനി ഡിനോമിനേറ്റർ -20 into -30. 600. -20 into -30. നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ് ആണ്. നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് വന്നാൽ മാത്രമേ അവിടെ എന്തിട്ടാ മതി? മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും നെഗറ്റീവ് ഇട്ടാൽ മതി കേട്ടോ. ഇനി ഇത് ചെയ്യാൻ വേണ്ടി ചിലർ ഈ 0 ഒന്നും നോക്കണ്ട. ചിലർ ഈ 30,000 into 30,000 എന്ന് കണ്ടു കഴിഞ്ഞാൽ 30,000 എഴുതും, വീണ്ടും 30,000 എഴുതും. വേണ്ട, 3 into 3 നോക്കിയിട്ട് ആ 0 അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ ഇവിടെ എന്ത് ചെയ്താൽ മതി? ലാസ്റ്റ് 0 കിടക്കണ്ടേ അവനെ മൈൻഡ് ചെയ്യണ്ട. 2 into 3 എത്രയാ? 2 into 3 6. 2 0 ഉണ്ടല്ലോ, ആ കട അങ്ങ് വീട്ടിക്ക്. അപ്പൊ 600 കിട്ടൂലേ? അപ്പൊ താഴെ 600 കിട്ടും. താഴെ നമുക്ക് ബൈ 600 കിട്ടും. മുകളിൽ എത്ര കിട്ടും? മുകളിൽ എന്താ വന്നിരിക്കുന്നത്? ഈ പോസിറ്റീവ് നെഗറ്റീവ് വരുമ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഒരെണ്ണത്തിനെ കളഞ്ഞേക്കാം കേട്ടോ. ഓക്കെ, ഇങ്ങനെ വരുമ്പോ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. പോസിറ്റീവ് നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്ത് എന്തായിരിക്കും ആൻസർ? മൈനസ് ആണ്. അപ്പൊ ഈ പോസിറ്റീവ് പോയി. ഇനി നോക്കിയേ, 2 ഒരേ സൈനുള്ള നമ്പർ ഒന്ന് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്? 2 സെയിം സൈനുള്ള നമ്പർ നമ്മൾ 5 കാണുമ്പോൾ എന്താ ചെയ്യാറ്? അത് തന്നെ ഇവിടെയും ചെയ്യണം. എന്താ ചെയ്യണ്ടേ? ആഡ് ചെയ്യണം. എപ്പോഴും ഏതിന്റെ സൈൻ ഇട്ട് കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞേക്കുന്നത്. എപ്പോഴും ഏതിന്റെ സൈൻ ഇട്ട് കൊടുക്കണം? ഏതിന്റെ സൈൻ ഇട്ട് കൊടുക്കണം? എപ്പോഴും വലിയ നമ്പറിന്റെ സൈൻ. അത് എവിടെയാണെങ്കിലും വലിയ നമ്പർ സൈൻ. ഇതിലേതാ? 30 ആണ് വലുത്. അപ്പൊ 30ന്റെ സൈൻ നെഗറ്റീവ് ആണ്. അപ്പൊ ഇനി ചെയ്തോ, ഇവിടെ ആഡ് ചെയ്തോ. 30 20 കൂട്ടുക, 50 കിട്ടും. എന്നിട്ട് -50. ഇത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ചെയ്യുമല്ലേ? 25/600 ചെയ്യുമല്ലേ? ചെയ്തു തുടങ്ങിയോ? അല്ല, 1/f അല്ലേ വന്നേക്കണേ? അത് ചെയ്യരുത് കേട്ടോ. ഇനി എവിടെ കണ്ടാലും എന്റെ മുഖം ഓർത്തോളം അത് ചെയ്യരുതെന്ന് ഞാൻ പറയണത് കേട്ടോ. ഓക്കെ, അത് ചെയ്യണ്ട. കാരണം നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് 1/f ആണ് അല്ലെ? നമ്മളിപ്പോ ചെയ്തു വന്നത് 1/f ആണ്. നമുക്ക് വേണ്ടത് തിരിച്ചാണ്, f ആണ് വേണ്ടത്. അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ എടുക്കാം. ഓക്കെ, ഈ ന്യൂമറേറ്റർ ഇതിന്റെ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആക്കുമ്പോൾ ഈക്വൽ ടു അപ്പുറം ഉള്ളതിന്റെ ന്യൂമറേറ്റർ ആക്കിയാൽ മതി. അപ്പൊ f/1 ആവുമ്പോൾ ഇവിടെ എന്താവും? 600. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ എനിക്കിപ്പോ ഇത് മാറ്റുവാണേ, അല്ല ഇവിടെ വരയ്ക്കാം. ഇവിടെ നോക്കിക്കോട്ടെ. എനിക്കിപ്പോ 1/2 ഈക്വൽ ടു 10/5 എന്ന് കണ്ടു. അല്ല സോറി, 5/10 എന്നൊരു ഫ്രാക്ഷൻ. 2 ഈക്വൽ ആണ്, 1/2 തന്നെയാണ്. ഇത് ഇങ്ങോട്ട് തിരിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. 2/1 ഇപ്പുറത്തും തിരിച്ചാൽ മതി. 10/5. ഇക്വേഷൻ എന്തെങ്കിലും കുഴപ്പം പറ്റിയോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇക്വേഷന് ഈക്വൽ ടു തന്നെയല്ലേ? അപ്പൊ അതുപോലെ നമുക്ക് ഈ 1/f നമുക്ക് ഓൾറെഡി കിട്ടി. ഓക്കെ, 1/f ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. 1/f ഈക്വൽ ടു എത്രയാണ്? -600.
50/600. അപ്പൊ എഫ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? തിരിക്കുക, അങ്ങോട്ട് തിരിക്കുക. അപ്പൊ എഫ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? മൈനസ് അവിടെ കിടന്നോട്ടെ. 600/50. ഓക്കെ ആണല്ലോ? ചെയ്തു. 0 കട്ട് ചെയ്ത് കളയും. ഓക്കെ, കിട്ടിയവരൊന്ന് കൈവയ്ക്കേ. ഓക്കെ, ചെയ്യ് ബാക്കിയുള്ളവർ ചെയ്യും. 60/5 കണ്ടാ മതി. 60/5. 5 × 10 50. 5 × എത്ര ചെയ്താലാ 60 വരിക? 5ന്റെ എത്ര ടൈംസ് ആണ് 60? മാഗ്നിഫിക്കേഷൻ പഠിച്ചോളൂ പറയുകയാണെങ്കിൽ 5ന്റെ എത്ര ടൈംസ് ആണ് 60? 5 × 12. 12 അല്ല. 12 ഇവിടെ എന്താ ചെയ്യണ്ടേ? സൈൻ ഉണ്ട്, സൈൻ പറയണം. -12. കാരണം ഇനിയിപ്പോ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് കിട്ടിയ പൊട്ടത്തെറ്റാന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇത് കോൺകേവ് മിറർ ആണ്. കണ്ടാ, കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവേ കിട്ടുള്ളൂ, പോസിറ്റീവ് കിട്ടൂല. ഓക്കെ, ഇനി ഇതിനകത്ത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയും ചെയ്തത് ഏതെങ്കിലും സംശയം മനസ്സിലാവാത്തുണ്ടോ? മൾട്ടിപ്ലൈ ചെയ്തതോ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതോ, പോസിറ്റീവ് നെഗറ്റീവ് നമ്പർ കൈകാര്യം ചെയ്യാൻ അറിയില്ലാത്തവർ അങ്ങനെ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഇല്ലല്ലോ, എല്ലാവർക്കും ഓക്കെ ആണല്ലോ? ഓക്കെ, ഇപ്പൊ പറഞ്ഞു പോകാം, ഇപ്പൊ പറഞ്ഞ ക്ലിയർ ആക്കി പോവാം. ഓക്കെ, ഇതാ അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി വെച്ചേക്ക്. An object is placed in front of a concave mirror 20 centimeter away from it. അനശ്വര പറഞ്ഞോ, സംശയം ചോദിച്ചോ? അൽഹയുടെ ഒക്കെ ആൻഡ്രൈസ് ചെയ്തിട്ടുണ്ട്. അനശ്വര ഓക്കെ. സൈൻ കേട്ടോ, എപ്പോഴും സൈൻ നോക്കിക്കൊള്ളണം കേട്ടോ. സൈൻ ഇല്ലാണ്ട് നിങ്ങൾ അവിടെ എഴുതണ്ട ആൻസർ കേട്ടോ. സൈൻ എപ്പോഴും നോക്കിക്കൊള്ളണം. 20 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ സൈൻ അവിടെ പോയി എന്ന് തോന്നണം. ഓക്കെ, ഫാത്തിമ ഷെർബാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോ ഫാത്തിമ. പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട്. ഒബ്ജക്ട് എപ്പോഴും നമ്മൾ പ്ലേസ് ചെയ്യുന്ന എവിടെയാണ്? ഇൻ ഫ്രണ്ട്. ഇനി തന്നില്ലെങ്കിലും ഒബ്ജക്ട് ഇൻ ഫ്രണ്ട് ആയിരിക്കും കേട്ടോ. ഇനി ഇതോ 20 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഏതാ ഫാത്തിമ ഷെർബാൻ ഈ 20 സെന്റിമീറ്റർ? അതെന്താ എന്റെ നൊട്ടേഷൻ എന്താ? സിമ്പിള് മൈനസ്. അപ്പൊ u = -20 സെന്റിമീറ്റർ. ഇനി ബാക്കി ക്വസ്റ്റ്യൻ പോട്ടെ, ക്വസ്റ്റ്യൻ മുന്നോട്ട് പോട്ടെ. If the focal length is 14 centimeter. 14 എഴുതാ. സൈൻ എവിടെ? സൈൻ വേണം എനിക്ക്. സൈൻ ഇല്ലാണ്ട് ഞാൻ എഴുതൂല, നിങ്ങൾ എഴുതുക. -14. നെഗറ്റീവ് ആണെന്ന് എങ്ങനെയാ മനസ്സിലായേ? എങ്ങനെയാ ഫാത്തിമ ഷെർബാൻ നെഗറ്റീവ് ആണെന്ന് മനസ്സിലായേ? പറയാൻ റെഡിയാണ്, പറയാൻ ആൾക്കാർ റെഡിയാണ്. പെട്ടെന്ന് പറഞ്ഞതേ സാറ ഫാത്തിമ ആള് കൂടി. പെട്ടെന്നാണ് ആള് കൂടുന്നതിന് പെട്ടെന്ന് പറഞ്ഞു. കോൺകേവ് ആയതുകൊണ്ട് ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്. കണ്ടോ, കോൺകേവിന്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്. കണ്ടോ, എവിടെയും നിങ്ങൾക്ക് ആ നെഗറ്റീവ് വാല്യൂ കിട്ടൂല. ഇത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ബോധം, നിങ്ങൾക്ക് ആ ഒരു ബോധം ഉണ്ടാവണം. ഇത് കോൺകേവ് മിറർ ആണ്, അതുകൊണ്ട് ഫോക്കസ് മുന്നിലാവുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് എടുക്കുക, അതുകൊണ്ട് ആ വാല്യൂ നെഗറ്റീവ് ആണ്. അപ്പൊ ഫോക്കൽ ലെങ്ത് = -40 സെന്റിമീറ്റർ. കണ്ടോ, സൈൻ എപ്പോഴും ശ്രദ്ധിച്ചോളാം. അത് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ അവിടെ ഒരു പോസിറ്റീവ് എന്ന് ഇട്ടോ കേട്ടോ. അപ്പൊ അത് മാറിപ്പോകില്ല. നമുക്ക് ഇന്ന് കണ്ടുപിടിക്കാനുള്ളത് പൊസിഷൻ ആൻഡ് നേച്ചർ ഓഫ് ദി ഇമേജ് എന്ന് പറഞ്ഞ ന്യൂമറിക്കൽ തന്നാൽ നിങ്ങൾ ഇതാണ് ചെയ്യേണ്ടത്, അല്ലാണ്ട് റേ ഡയഗ്രം അല്ല കേട്ടോ. റേ ഡയഗ്രം ആണെങ്കിൽ അവർ സെപ്പറേറ്റ് പറയും റേ ഡയഗ്രം വരയ്ക്കാൻ. അല്ലാണ്ട് ന്യൂമറിക്കല് നമുക്ക് ഇങ്ങനെ കുറച്ച് വാല്യൂസ് തന്നിട്ട് പൊസിഷനും നേച്ചറും കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ പ്രോബ്ലം ചെയ്യാനാണ് അതിന്റെ മീനിങ് കേട്ടോ.
ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇനി പ്രോബ്ലം ഇന്നത്തെ ദിവസം വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെറുതെ ലെഫ്റ്റ് അടിച്ച് രക്ഷപ്പെടരുത്. എന്തെങ്കിലും സംശയമുള്ളവരെ ഇന്ന് പഠിപ്പിച്ചാൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിച്ചിട്ട് മാത്രമേ പോവുള്ളൂ. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. Thank you, sir. താങ്ക് യു സാർ. Thank you, sir. ഓക്കെ, ഫോം ചെയ്തിട്ടല്ലേ പോകുമ്പോ ഫോം ഫില്ല് ചെയ്യണ്ട. ഇതിലാണ് കമന്റ് ഇടണ്ടേ? മെസ്സേജ് ഇടേണ്ടത് ഇതിലാണ്. നിങ്ങളടുത്ത് പറഞ്ഞെങ്ങനെയാ? ഫീഡ്ബാക്ക് ചെയ്തിട്ട് ഇവിടെ ഒന്ന് കമന്റ് ഇടാൻ. ആ, ജോയിൻ ചെയ്യണ്ട്. ആ, ഓക്കെ. ഫീഡ്ബാക്ക് ഇവിടെ കമന്റ് ഇടാനല്ലേ പറഞ്ഞേ? ആ, ഓക്കെ. ഫീഡ്ബാക്ക് ഫോം ഫില്ല് ചെയ്തോ? ഫീഡ്ബാക്ക് വന്നിട്ടില്ല. ഫോം വന്നിട്ടില്ല? ഇല്ല. അതൊന്ന് ഞാൻ ചോദിച്ചു നോക്കട്ടെ കേട്ടോ. ഫീഡ്ബാക്ക് ഫോം നിങ്ങൾക്ക് വന്നോളൂ കേട്ടോ. നിങ്ങൾക്ക് വന്നോളും ഫീഡ്ബാക്ക് ഫോം.